വീഡിയോയില് വരൂ. എല്ലാരും തിരക്കിലാണ് അല്ലേ? ഓക്കെ, അപ്പോ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്താണ്? എന്തിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്? ടൈപ്പ് ചെയ്യൂ. നോക്കിയിട്ടുണ്ടോ നോക്കട്ടെ, ടോപ്പിക് നോക്കിയിട്ടുണ്ടോ? ഹാപ്പി ആയിട്ടിരിക്കൂ കേട്ടോ, എനർജറ്റിക് ആയിട്ടിരിക്കൂ. അപ്പൊ ഇന്നത്തെ ടോപ്പിക്കിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടോ എന്ന് നോക്കുമ്പോ നിങ്ങളുടെ മുഖം കണ്ടാൽ തന്നെ അറിയാം ആ സംഭവം നിങ്ങൾക്ക് ഉണ്ടോന്ന്. എന്താണ് ഇന്നത്തെ ടോപ്പിക്? ടൈപ്പ് ചെയ്യൂ. സെൽഫിഷ് മാത്രാണോ? സെൽഫ് ലവ് അല്ലേ? എന്താണ് നമ്മുടെ ടോപ്പിക്? ലെറ്റ് ഗോ സെൽഫിഷ്നെസ് ആൻഡ് ലവ് യുവർ സെൽഫ്. സ്വാർത്ഥത വെടിയൂ, സ്വയം സ്നേഹിക്കൂ. അല്ലേ? നമുക്ക് നമ്മുടെ ജീവിതത്തില് അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുള്ളതില് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തിയായിട്ട്, ഒരാളായിട്ട് ആരെയാണ് നിങ്ങൾ പറയുന്നത്? ഒന്ന് ടൈപ്പ് ചെയ്തേ. ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വ്യക്തി, അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു വ്യക്തി ആരാണ്? ഓക്കെ ഓക്കെ, ഒന്ന് ആക്റ്റീവ് ആകട്ടെ. നമ്മളൊരു ക്ലാസ്സിൽ, പിന്നെ എന്റെ ക്ലാസ് ആണെങ്കിലും മറ്റേ നിങ്ങൾ വേറെ ഏത് ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോഴും ഇങ്ങനെ ലൈവ് ആയിട്ട് അറ്റൻഡ് ചെയ്യുന്ന ക്ലാസ്സുകൾക്ക് ക്വസ്റ്റ്യൻസിന് ഒന്ന് റെസ്പോണ്ട് ചെയ്യുക. അല്ലെ? നമ്മള് അവിടെ നമുക്ക് നമ്മൾ ഇമ്പോർട്ടന്റ് കൊടുക്കുന്നുണ്ടോ? അല്ലെ? നമ്മൾ പറയുന്ന ഇന്നത്തെ നമ്മുടെ ഇതെന്താണ്? സ്വാർത്ഥത വെടിഞ്ഞിട്ട് സെൽഫ് ലവ് കൊടുക്കാൻ. നമ്മൾ നമ്മളെ സ്നേഹിക്കുന്നുണ്ടോ? നമ്മൾ വിലമതിക്കുന്നുണ്ടോ? എന്താ ചെയ്യും നമ്മളെ? നമുക്ക് ഇമ്പോർട്ടന്റ്. ഞാനെന്ന് പറയുന്ന വ്യക്തി ഇവിടെ ആരാണോ ഇരിക്കുന്നത് അവര് ടൈപ്പ് ചെയ്യട്ടെ, അവരാണ് ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞ് കാത്തിരിക്കൂല. അങ്ങനെ ഉള്ള ആളുകൾ അവർക്കാണ് ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത്. അല്ലെ? ഞാനിപ്പോ അവിടെ ക്ലാസ്സിൽ ഇരിക്കുന്നു. ഗഫൂർ സാർ ഉണ്ട്, തൊയ്ബ മാം ഉണ്ട്, തമ്പി സാർ ഉണ്ട്. ഇവരൊക്കെ അവര് ചെയ്തോളും. അപ്പൊ ആരാണ് നമുക്ക് ലീസ്റ്റ് വാല്യൂ കൊടുക്കുന്നത്? നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. ഇതിൽ കൂടുതൽ ഒരാൾ മാത്രമാണ് ഉമ്മ എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്തിട്ടുള്ളത്. അല്ലാത്ത എല്ലാരും ഐ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ രണ്ടുപേര് മദർ എന്ന് പറയുന്നു. ഓക്കെ, എനിക്കാണ് ഞാൻ ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത് എങ്കിൽ, നിങ്ങൾക്കാണ് ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ക്ലാസ്സിൽ അലേർട്ട് ആയിട്ടിരിക്കും. അല്ലെ? നമ്മൾ ചത്തേ ചതഞ്ഞ് എന്ന് പറഞ്ഞത് പോലെ, അല്ലെങ്കിൽ ഇങ്ങനെ എന്തോ സംഭവം, ഇങ്ങനെ ഒരു പർവ്വതം ഏറ്റി നിൽക്കുന്ന പോലെ ഈ ഒരു നിമിഷത്തിൽ നിങ്ങളുടെ കൂടെ നിങ്ങൾ ഉണ്ടാവുക. അതാണ് നമ്മുടെ സെൽഫ് ലവ് എന്ന് പറയുന്നത്. അല്ലെ? നമ്മള് അലേർട്ട് ആയിട്ടിരിക്കുക. എന്തൊക്കെയോ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് എങ്കിലും നമ്മൾ ഈ നിമിഷത്തില് എന്റെ കൂടെ, ഇപ്പൊ എന്റെ കൂടെ ആരും ഇല്ല, ഞാൻ ഒറ്റയ്ക്കാണ് എങ്കിലും ഞാൻ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് എനിക്കൊരു ബോറായിട്ട് തോന്നില്ല. അതുപോലെ തന്നെ മറ്റുള്ളവരെന്താണ് ചെയ്യുന്നത് അത് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോവില്ല. അപ്പോ നമ്മൾ എന്ത് ചെയ്യാം? നമ്മൾ അലേർട്ട് ആയിട്ടിരിക്കുക. അല്ലെ? നമുക്ക് വേണ്ട കാര്യങ്ങൾ, നമ്മുടെ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള, നമ്മുടെ പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എടുത്ത് നമ്മൾ മാറ്റങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അല്ലെ? നമുക്കറിയാം ഈ ലോകത്ത് ആരൊക്കെ വിജയിച്ചിട്ടുണ്ടോ, ആരൊക്കെയാണ് വിജയിച്ച ആളുകളെ, അവരിലൊക്കെ ഉള്ള ഒരു കാര്യമാണ് സെൽഫ് ലവ് എന്ന് പറയുന്നത്. അവരെ നന്നായിട്ട് സ്നേഹിച്ചിരുന്നു. അല്ലെ? ഞാനിപ്പോ എന്നെ സ്നേഹിക്കുന്നില്ല എങ്കിൽ എനിക്ക് എന്താണ്, എന്റെ കാര്യങ്ങൾ എനിക്ക് നന്നായിട്ട് നടത്താൻ കഴിയില്ല. അപ്പൊ വിജയിക്കുന്ന ഒരാളായിട്ട് എനിക്ക് മാറാൻ കഴിയില്ല. അതിൻ്റെതായിട്ടുള്ള ലിമിറ്റേഷൻസ് എന്റെ ജീവിതത്തിൽ ഒരുപാട് ഉണ്ടാവും. കുറവുകൾ കുറെ കാണാൻ പറ്റും. നിങ്ങൾ ഒരാളെ പറയൂ, നിങ്ങൾ റോൾ മോഡൽ ആക്കുന്ന ഒരു വ്യക്തിയെ പറയും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി, റോൾ മോഡൽ ആക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളെ ഒന്ന് ടൈപ്പ് ചെയ്യും. മുനീറ മറിയം പറയുന്നു മദർ. കൺഗ്രാറ്റുലേഷൻസ്. സ്വയം. കൺഗ്രാറ്റുലേഷൻസ് വിജു സർ. ഹസ് മോം. ഓക്കെ, നമ്മളിപ്പം
എന്താണ് ഫാദറിനെ സ്നേഹിക്കണം, മദറിനെ സ്നേഹിക്കണം എന്ന് പറഞ്ഞത് കൊണ്ട് അവരുടെ പേര് നിങ്ങൾക്ക് പറയേണ്ട ആവശ്യമില്ല. നമ്മൾ എപ്പോഴും ജീവിതത്തിൽ വിജയിച്ച ഒരു വ്യക്തിയാണ്. നിങ്ങളുടെ പേരൻസ് വിജയിച്ച ആളുകളായിരിക്കാം കേട്ടോ. ജീവിതത്തിൽ വിജയിച്ച ഒരാളെ നമ്മള് റോൾ മോഡൽ ആക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരില് പ്രത്യേകമായിട്ട് ഉണ്ടാവുന്ന ഗുണം തന്നെയാണ് സെൽഫ് ലവ് എന്ന് പറയുന്നത്. ഓക്കെ, സെൽഫ് ലവ് ഉള്ള ആളുകൾക്ക് എന്തു കാര്യവും നല്ല ഇതില് പോസിറ്റീവായിട്ട് നേരിട്ടുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. എന്നാൽ എപ്പോഴും പരാതി പറയുന്ന, സങ്കടങ്ങൾ പറയുന്ന ആളുകൾക്ക് ജീവിതത്തിൽ വിജയിക്കുന്നത് വളരെ കുറവായിരിക്കും. അല്ലെ? നമ്മളിപ്പോ ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തു എന്ന് വെക്കുക, അല്ലെങ്കിൽ ഒരു ഗ്ലാസ്സിൽ നമുക്ക് വെള്ളം ശേഖരിക്കണം. ആ വെള്ളം ശേഖരിക്കണമെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് പ്യുവർ ആയിട്ടുള്ള കുറച്ച് വെള്ളം വേണം. ഒരു ബക്കറ്റിലാണോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ്സിലോ എന്തെങ്കിലും ഒരു കണ്ടെയ്നറിൽ നമുക്ക് ഇത്തിരി വെള്ളം വേണം വെക്കാം. പ്യുവർ വെള്ളം ആവണം, ശുദ്ധമായ വെള്ളം. ആ വെള്ളം ശുദ്ധമാവണമെങ്കിൽ നമുക്ക് എന്താണ് ആദ്യം ശുദ്ധമാവേണ്ടത്? നമുക്കൊരു ഗ്ലാസ് വെള്ളം ശുദ്ധമായിട്ട് കിട്ടണമെങ്കിൽ എന്തായിരിക്കണം ആദ്യം ശുദ്ധമാവേണ്ടത്? ഒന്ന് ടൈപ്പ് ചെയ്യൂ. എക്സാക്ട്ലി, ഗ്ലാസ് ശുദ്ധമാണ് അല്ലെ? ആ ഗ്ലാസ് നമ്മൾ ആദ്യം നന്നായിട്ട് സോപ്പിട്ട് കഴുകിയിട്ടാണ് നമ്മൾ ശുദ്ധമായിട്ടുള്ള വെള്ളം ശേഖരിക്കുക. അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റുള്ള ആളുകളെ സ്നേഹിക്കണം എന്ന് നമുക്ക് തോന്നുന്നുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കണം എങ്കിൽ ആദ്യം നമ്മൾ ശുദ്ധമാക്കേണ്ടത് നമ്മളുടെ ഉള്ളമാണ് അല്ലെ? നമ്മളെ ഉള്ളം, അതായത് നമ്മൾ സ്നേഹത്താൽ നമ്മുടെ ഉള്ളിൽ നിറയ്ക്കുമ്പോഴാണ് നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ എന്താണ് സെൽഫ് ലവ് എന്ന് പറയുന്നത്? എന്താണ് സെൽഫ് ലവ് കൊണ്ട് ഇപ്പൊ ഇത്രയും പറഞ്ഞത് കൊണ്ട് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? സെൽഫ് ലവ് എന്ന് പറഞ്ഞാൽ എന്താണ്? പറയൂ, ടൈപ്പ് ചെയ്യൂ. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മതി, സിമ്പിൾ ആയിട്ട് സെൽഫ് ലവ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മളെ സ്നേഹിക്കുക. ഓക്കെ, സെൽഫ് ലവ് എന്ന് പറയുന്നത്, സെൽഫ് ലവ് ഈസ് ബിൽഡിംഗ് റിലേഷൻഷിപ്പ് വിത്ത് യുവർ സെൽഫ് എന്നാണ് പറയുന്നത്. നമ്മളോട് തന്നെ ഒരു ബന്ധം സ്ഥാപിക്കാം. നിങ്ങൾ നിങ്ങളോട് തന്നെ ഒരു ബന്ധം സ്ഥാപിക്കുന്നതിനെയാണ് സെൽഫ് ലവ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ കുറവുകളെ അറിയുക, അതേപോലെ തന്നെ നിങ്ങളുടെ പോസിറ്റീവായിട്ടുള്ള ഗുണങ്ങളെ നിങ്ങൾ അംഗീകരിക്കുക, അപ്രീഷിയേറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങൾ ആരെയാണോ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്, ആ വ്യക്തിയെ നിങ്ങൾ എപ്രകാരം സ്നേഹിക്കുന്നോ അതുപോലെയുള്ള സ്നേഹം നിങ്ങൾ നിങ്ങൾക്ക് നൽകുക. അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുക, കൺസിഡർ ചെയ്യുക. അവർക്ക് നിങ്ങൾ കെയർ കൊടുക്കുക. എന്താ കൊടുക്കുക? നമ്മുടെ മക്കൾക്ക് അല്ലെങ്കിൽ പേരൻസിന്, ഹസ്ബൻഡിന് നമ്മൾ എന്ത് കൊടുക്കും? അവർക്ക് നേരത്തിന് ഫുഡ് കൊടുക്കും, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കും, അവരെ മാക്സിമം അവരെ ഹേർട്ട് ചെയ്യില്ല, അവരെ സ്നേഹത്തോടെ കൈൻഡ് ആൻഡ് കമ്പാഷനേറ്റ് ആയിട്ടാണ് അവരോട് സംസാരിക്കുക. ഇതേ ഒരു രീതിയിൽ നമ്മൾ നമ്മളോട് പെരുമാറുന്നതിനെയാണ് സെൽഫ് ലവ് എന്ന് പറയുന്നത്. നമ്മളോട് നന്നായിട്ട്, നമ്മളോട് ദയോടെ, നമ്മൾ എത്ര കാര്യങ്ങൾ ചെയ്താലും, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ചെയ്യുന്നുണ്ടാകും. അതൊക്കെ ചെയ്തുകൊണ്ട് നമ്മൾ എന്താ ചെയ്യാം? അയ്യോ ഇത് ചെയ്തില്ലല്ലോ, ഒരു കുഞ്ഞു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ പറയാം, അയ്യോ ഇത് ചെയ്യാൻ പറ്റിയില്ലല്ലോ, എന്നെ കൊണ്ടൊന്നിനും കൊള്ളൂല എന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ വിഷമിച്ചിരിക്കും അല്ലേ? എന്താണ് ഉണ്ടാവണം എന്ന് പറയുന്നത്? ഓക്കെ, എനിവേ, സെൽഫ് ലവ് ഈസ് നോട്ട് സെൽഫിഷ്. യു കനോട്ട് ട്രൂലി ലവ് അതേഴ്സ് അണ്ടിൽ യു നോ ഹൗ ടു ലവ് യുവർ സെൽഫ് എന്നാണ് പറയുന്നത്. സെൽഫ് ലവ് എന്ന് പറയുന്നത് ഒരിക്കലും സെൽഫിഷ്നെസ് അല്ല. നിങ്ങളെ തന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നത് വരെ നിങ്ങൾക്ക് മറ്റുള്ള ഒരാളെ സ്നേഹിക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. അല്ലെ? നമ്മൾ ചെറുപ്പത്തിലൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട്, നിങ്ങളെ സ്നേഹിക്കണം, നിങ്ങളെ സ്നേഹിക്കണം എന്നല്ല, നിങ്ങളും ഉമ്മയെ സ്നേഹിക്കണം, അമ്മയെ സ്നേഹിക്കണം, അച്ഛനെ സ്നേഹിക്കണം, ഗുരുനാഥന്മാരെ ബഹുമാനിക്കണം, അനിയന്മാരോട് സ്നേഹത്തോടെ കൈൻഡ്നെസ്സോട് കൂടിയിട്ട് പെരുമാറണം അല്ലെ? നിങ്ങളെ ശ്രദ്ധിക്കണം, നിങ്ങളെ സ്നേഹിക്കണം, നിങ്ങളോട് ദയോടുകൂടി പെരുമാറണം, നിങ്ങളെ പരിഗണിക്കണം. ഇതൊന്നും നമ്മളോട് ആരും പറഞ്ഞു തന്നിട്ടില്ല. പറഞ്ഞു തന്നിട്ടുണ്ടാവും ചില ആളുകൾക്കൊക്കെ. ഇതൊക്കെ കേട്ട് മടുത്തു, ഇങ്ങനെയുള്ള ഉപദേശങ്ങൾ കേട്ട് മടുത്തു എന്ന് തോന്നുന്നവരുണ്ടോ? അതുപോലെ തന്നെ നമ്മൾ എത്ര ചെയ്താലും, എന്തൊക്കെ ചെയ്തു കൊടുത്താലും ഒരിക്കൽ പോലും ഒരു പരിഗണനയോ സ്നേഹമോ അല്ലെങ്കിൽ ഒരു ആക്സെപ്റ്റൻസോ അപ്രീഷിയേഷനോ കിട്ടാത്ത ആളുകളുണ്ട് അല്ലെ? നമ്മൾ വിചാരിക്കുന്ന എന്താ,
അവർക്ക് കൊടുക്കാം, അവരിൽ നിന്ന് അപ്രീസിയേഷൻ കിട്ടും, ഇപ്പൊ എനിക്ക് കിട്ടും, ഇപ്പൊ എനിക്ക് കിട്ടും, ഇന്ന് എന്നെ എല്ലാവരും സ്നേഹിക്കും, ഞാൻ ഇങ്ങനെ ചെയ്താൽ സ്നേഹിക്കും, അങ്ങനെ ചെയ്താൽ സ്നേഹിക്കും എന്ന് പറഞ്ഞിട്ട് കുറേ നാളായിട്ട് അവരെ സ്നേഹിച്ചുകൊണ്ട് നടക്കുക, പുറകെ ഓടുകയാണ്. എന്നെ സ്നേഹിക്കൂ, എന്നെ സ്നേഹിക്കൂ, അല്ലെ? എന്നെ ഒന്ന് സ്നേഹിക്കൂ, അല്ലെ? ഹസ്ബൻഡിന്റെ സ്നേഹം കിട്ടാത്തത് കൊണ്ട്, അല്ലെങ്കിൽ വീട്ടിലെ സ്നേഹവും പരിഗണനയും കിട്ടാത്തതുകൊണ്ട് മറ്റവരുടെ കൂടെ പോകുന്ന കുട്ടികളുണ്ട്, അല്ലെ? അതുപോലെ തന്നെ കുട്ടികൾ വഴിതെറ്റുന്നുണ്ട്, അഡിക്ഷനിലാവുന്നുണ്ട്. അതേപോലെ തന്നെ കല്യാണം കഴിഞ്ഞു, വീട്ടിൽ നിന്ന് കിട്ടിയില്ല, നീ വിചാരിച്ചു നീ ഇവന്റെ കൂടെ അങ്ങനെ പോയതാണ്, അവന്റെ കൂടെ നീ ഇവന്റേന്ന് കിട്ടും എന്ന് വിചാരിച്ചു, കിട്ടിയോ? എന്നിട്ട് കിട്ടിയോ? ഇനി എന്തായാലും ഉറപ്പായിട്ട് എന്റെ ജീവിതം സ്വർഗമായിരിക്കും എന്ന് വിചാരിച്ചു, കിട്ടിയോ? അവന്റെ പുറകെ നടക്കുകയാണ്, കിട്ടിയില്ല, അവൻ അവിടെ നോക്കി ഇവിടെ നോക്കി, മൊബൈലിൽ എപ്പോഴും ചാറ്റിംഗ് ആണ്, അതിനെ എപ്പോഴും ചീറ്റിംഗ് ആണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുക, കിട്ടിയോ? ഇനി കിട്ടുവോ? കാരണം എന്താണ്? നമ്മള് സ്വന്തത്തെ സ്നേഹിക്കുന്നില്ല, അല്ലെ? നമ്മള് അവർക്ക് വേണ്ടി അവരുടെ പുറകെ അലയുമ്പോഴേ അവർക്ക് നമ്മളെ ഒരു വിലയും ഉണ്ടാവില്ല. മക്കൾക്കാണെങ്കിലും മറ്റുള്ള ആളുകൾക്കാണെങ്കിലും ഹസ്ബൻഡിനാണെങ്കിലും ഒന്നും നമ്മളെ വില ഉണ്ടാവില്ല. നമുക്ക് തരുവോ 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 എന്ന് ചോദിച്ച്, ഇല്ല, നമ്മളൊരു സാധനം ഇപ്പൊ ഒരാളോട്, നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പം മിഠായി ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കുഞ്ഞു കുഞ്ഞു മിഠായിയുടെ ഒരു പീസ് നമ്മൾ ഷെയർ ചെയ്യാറില്ലേ? ഒരു കുഞ്ഞു മിഠായി അല്ലെ? ഒരു മിഠായി വാങ്ങിച്ചാൽ അങ്ങനെയായിരുന്നു. നമ്മളിപ്പോ 5 പേരാണ് ഒരു ബെഞ്ചിലെങ്കിൽ ഒരാൾ മിഠായി വാങ്ങിച്ചാൽ അത് ഷെയർ ചെയ്യും. എന്നാല് ചില കുട്ടികൾ കണ്ടിട്ടില്ലേ, എടാ എനിക്കും തരുവാടാ, എനിക്കും തരുവാടാ. അപ്പൊ ഇവർക്ക് എന്താ ചെയ്യാ? ഒന്നും കൂടി ഡിമാൻഡ് കൂടെ ചെയ്യാം, ഞാൻ കൊടുക്കൂല, അവന് ഇങ്ങനെ ഒരു നടത്തിക്കുന്ന രൂപത്തിൽ. അതേപോലെയാണ് നമ്മൾ ഇവരുടെ പുറകെ ഇങ്ങനെ, എന്നെ ഒന്ന് സ്നേഹിക്കൂ, നിങ്ങൾ എന്താ എന്നെ ഒന്ന് സ്നേഹിക്കാത്ത, ഇത് ഇവർക്ക് ഇറിറ്റേഷൻ ആണ് ഉണ്ടാക്കുന്നത്, അല്ലെ? ആ സമയത്ത് നമ്മളിലേക്ക് തിരിഞ്ഞുകൊണ്ട് നമ്മൾ പോയി കുളിച്ച് ഫ്രഷ് ആയി, നമുക്ക് വേണ്ട അല്ലെങ്കിൽ ഒരു മ്യൂസിക് കേൾക്കുകയോ നമുക്ക് ഡാൻസ് കളിക്കുകയോ അല്ലെങ്കിൽ എന്താ വെച്ചാൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അവർ, ഇവർക്ക് എന്താ പറ്റിയേ, ആദ്യത്തെ പോലെ ഭയങ്കര സ്മാർട്ടാണ്, അങ്ങനെ നോക്കുമ്പോഴാണ് അവർക്ക് നമ്മുടെ ഉള്ളിലെ ആ ക്വാളിറ്റീസ് മനസ്സിലാവുക. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും, അല്ല? നമ്മൾ ചെറുപ്പത്തില് കുട്ടികളായിരുന്നപ്പം ഒരുപാട് കാര്യങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ടാവും. ആ കാര്യങ്ങളൊക്കെ, ചില ആളുകൾ നന്നായിട്ട് പാട്ട് പാടുന്നവരുണ്ടാവും, എഴുതുന്നവരുണ്ടാവും, വായിക്കുന്നവരൊക്കെ ഉണ്ടാവും, മറ്റുള്ള കഴിവുകളുള്ള ആളുകൾ ഉണ്ടാവും. എന്നാൽ എന്താ ചെയ്യാ? പ്രത്യേകിച്ചും സ്ത്രീകള് എന്താ ചെയ്യുക? കല്യാണം കഴിഞ്ഞതോടുകൂടി ഇതൊക്കെ വിട്ടിട്ട്, ഇനി എന്റെ ഉലകം, അല്ലെ, എന്റെ ലോകം എന്ന് പറയുന്നത് എന്റെ ഹസ്ബൻഡാണ്, എന്റെ മക്കളാണ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം മറന്നു പോകും. എന്നിട്ട് മക്കളെ അങ്ങേറ്റം സ്നേഹിക്കും. കുഞ്ഞുങ്ങളാകുമ്പോ അത് അവരിൽ നിന്ന് നമുക്ക് നല്ല എൻജോയ്മെന്റ് കിട്ടും, അല്ലെ? ആ ഒരു സ്നേഹം എന്ന് പറഞ്ഞാൽ അവരിൽ നിന്ന് വല്ലാത്തൊരു സ്നേഹം ലഭിക്കുന്നുണ്ട്. നമുക്കത് കൊടുക്കുമ്പോഴും ആ ഒരു നമ്മൾ തമ്മിലുള്ള ബോണ്ടിങ്, ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ, സ്നേഹത്തിന്റെ ഹോർമോൺ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. വല്ലാത്ത ഒരു ഒരു എന്താ പറയാ, ആനന്ദം നമ്മൾ അനുഭവിക്കുന്നുണ്ട് അമ്മയാവുമ്പോഴേ. എന്നാല് ആ സമയത്താണ് നമ്മൾ കുറച്ച് ഹസ്ബൻഡ്, അതുവരെ നല്ല ഹണിമൂണും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിരുന്ന നമ്മള് ഹസ്ബൻഡിന്റെ ഭാഗത്തു നിന്ന് കുറച്ച് ഡിറ്റാച്ച്ഡ് ആവും, അല്ലെ? കാരണം നമുക്ക് ഓവറായിട്ട് നമ്മൾ കെയർ കൊടുക്കുന്ന ഈ മക്കൾക്കാണ്. പിന്നെ ഹസ്ബൻഡിന്റെ അടുത്താണെങ്കിലും ആ ഒരു ഇതൊക്കെ കഴിയുമ്പോൾ ഹസ്ബൻഡിനാണെങ്കിൽ പ്രാരാബ്ദങ്ങളായി, ഉത്തരവാദിത്തങ്ങളായി അവരും നമ്മളിൽ നിന്നും കുറച്ച് മാറി നിൽക്കും. എന്നാൽ അത് കഴിഞ്ഞിട്ട് കുട്ടികൾ വളരുകയാണ്. ഒരു 4-5 വയസ്സ് വരെയൊക്കെ കുട്ടികൾ നമ്മളിങ്ങനെ അള്ളിപ്പിടിച്ച് അമ്മ അമ്മ എന്ന് പറഞ്ഞ് കൂടെ നടക്കും. അന്ന് നമ്മുടെ കൂടെ എപ്പോഴും വേണം, നല്ല സ്നേഹമായിരിക്കും. എന്നാൽ അവരൊരു ഏജ് കഴിയുന്നതോട് കൂടിയിട്ട് അവരുടെ ക്യാരക്ടറിൽ മാറ്റം വരാൻ തുടങ്ങും. അവരൊരു 10 വയസ്സോ അല്ലെങ്കിൽ 11 ആ ഒരു ഏജ് കൂടി കൂടി പോവുകയെ ഇവര് നമ്മളിൽ നിന്ന് അകലാൻ തുടങ്ങും. പക്ഷെ നമുക്ക് അതേ ഒരു സ്നേഹം ഇവരോട് അപ്പോഴും ഫീൽ ചെയ്യുകയാണ്. എന്റെ മക്കളിൽ നിന്ന് എനിക്ക് കിട്ടണം ആ ഒരു സ്നേഹം, അല്ലെ? എനിക്ക് വേണം വേണം എന്നുള്ള ആ ഒരു ഇത്. പക്ഷെ അപ്പൊ നമ്മള് ഹസ്ബൻഡിന്റെ ഭാഗത്തു നിന്നും ആ ഒരു അകൽച്ച വന്നു കഴിഞ്ഞു, മക്കളുടെ അടുത്തു നിന്നും ഇങ്ങനെ ഒരു അകൽച്ച ഉണ്ടാകുമ്പോൾ നമ്മള് സ്ത്രീകള് പ്രത്യേകിച്ചും ആകെ ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലായിട്ട്, അപ്പോഴാണ് അവർക്ക് എന്തൊക്കെയോ നഷ്ടപ്പെട്ട്, ഞാൻ ആർക്ക് വേണ്ടിയിട്ടാണോ എന്റെ എല്ലാം കളഞ്ഞത് അവരിൽ നിന്നൊന്നും എനിക്കൊന്നും കിട്ടിയില്ല, ഞാൻ ആകെ ഒറ്റപ്പെട്ടു പോയി, എന്നെ ആരും സ്നേഹിക്കുന്നില്ല, എന്റെ ഹസ്ബൻഡിന്റെ ഭാഗത്തുനിന്ന് എനിക്ക് കിട്ടുന്നില്ല, മക്കളുടെ ഭാഗത്തുനിന്ന് കിട്ടുന്നില്ല, ഇപ്പൊ വീട്ടുകാര് എല്ലാവരും അവരവരുടെ ലോകമാണ്, അല്ലെ? അപ്പോഴാണ് ഈ സ്ത്രീകള് തിരിഞ്ഞു നോക്കുക, എനിക്ക് എന്ത് കിട്ടി. അല്ലെങ്കിൽ ചിലർ അപ്പോഴും തിരിഞ്ഞു നോക്കില്ല, 10-20 കൊല്ലൊക്കെ കഴിഞ്ഞ് മക്കളൊക്കെ ദൂരേക്ക് പഠിക്കാൻ പോകുന്നു, കല്യാണം കഴിഞ്ഞ് പോകുന്നു, അപ്പോഴാണ് ഒന്ന് തിരിഞ്ഞു നോക്കുന്നത്, അല്ലെ? ആ ഒരു സമയത്തൊക്കെ കോഴ്സുകളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്ന കുറെ സ്ത്രീകളുണ്ട്, കുറെ ആളുകളുണ്ട്, മെയിൽസ് ആണെങ്കിലും ഉണ്ട് കേട്ടോ. ഇതേ അവസ്ഥയിലുള്ള ഒറ്റപ്പെട്ടു പോകുന്ന, സ്വയം സ്നേഹിക്കാൻ മറന്നുപോയ കുറെ ആളുകൾ, കുറെ ജന്മങ്ങളാണ് നമ്മൾ ഓരോരുത്തരും, അല്ലെ? നമ്മളിൽ പലരും അങ്ങനെ തന്നെയാണ്. നമ്മൾക്ക്
ഇല്ലാത്തത്, നമ്മൾക്ക് കിട്ടാത്തത്, നമുക്ക് കിട്ടണമെന്ന് ആഗ്രഹിച്ച് നമ്മൾ പുറകെ അലഞ്ഞിട്ട് ഒരിക്കലും നമുക്ക് കിട്ടിയിട്ടില്ല. എന്നാലേ നമ്മുടെ ഉള്ളില് നമ്മളോട് കെഞ്ചുന്ന ഒരാളുണ്ട്. നമ്മൾ ജനിച്ച അന്ന് മുതൽ ഞാൻ ഉണ്ട് ഇവിടെ, എന്നെ ഒന്ന് മൈൻഡ് ചെയ്യൂ എന്ന് പറയുന്ന ഒരാള് ഉണ്ട്. അതാണ് നമ്മുടെ സെൽഫ് എന്ന് പറയുന്നത്. നമ്മൾ ഒരിക്കലും കൊടുത്തിട്ടില്ല, തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇങ്ങനെ ഒരാൾക്ക് വേണം. ഇവരെയാണ് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യിക്കേണ്ടത്. എന്താണോ നമ്മൾ അലഞ്ഞു നടക്കുന്നത്, സ്നേഹം എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തോട്ട് അലഞ്ഞു നടക്കുന്നത് ഉള്ള ആ ഒരു സംഭവം എന്ന് പറയുന്നത്, ആ സ്നേഹം ഞാൻ കൊടുക്കേണ്ടത്, എനിക്ക് തരാൻ റെഡി ആയിട്ടുള്ളത് എന്റെ ഉള്ളം തന്നെയാണ് എന്ന് നമ്മൾ മറന്നു പോവാണ്. പലപ്പോഴും നമ്മൾ ഇതുപോലെ ഹസ്ബൻഡ്, വൈഫ് അല്ലെങ്കിൽ കുട്ടികൾ ഒക്കെ നമ്മളിൽ നിന്ന് ഡിറ്റാച്ച് ആയി പോകുമ്പോൾ, നമ്മൾ മാനസികമായി പ്രയാസത്തിലാവുമ്പോൾ നമ്മൾ സെൽഫിനെ കൂടുതൽ കൂടുതൽ അവഗണിക്കുകയാണ് ചെയ്യുക. ഒരുപാട് അവഗണിച്ച് എന്താവും, കുറെ എന്താണ് പഞ്ചസാരയും ഉപ്പും അതും അതൊക്കെ കൂടി അല്ലെ, ഷുഗർ, പ്രഷർ അല്ലെ, ഉപ്പ് പറ്റൂല, ഷുഗർ പറ്റൂല, ജീവിതത്തിന്റെ എല്ലാ രസങ്ങളും നഷ്ടപ്പെട്ട് ആർക്കും വേണ്ടാത്ത ഒരു ഇതായി മാറും. അല്ലെങ്കിൽ അപ്പോ എല്ലാരും പറയും നിങ്ങൾക്ക് എന്തിന്റെ കുഴപ്പം, മക്കൾ പറയും എന്തുകൊണ്ടാ നിങ്ങൾ എന്തിനാ ജോലിക്ക് പോയില്ല, അല്ലെ, നിങ്ങൾ എന്തിനാ ജോലിക്ക്, മക്കളോട് പറയും നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ജോലി ഉപേക്ഷിച്ചത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്റെ ഈ സുഖം ഉപേക്ഷിച്ചത് എന്ന് പറയും. നിങ്ങൾ എന്തുകൊണ്ട് ചെയ്തു, നിങ്ങൾക്ക് അറിയില്ലായിരുന്നോ നിങ്ങൾ ചെയ്യണമായിരുന്നു, നിങ്ങൾ എന്തിനാണ് അങ്ങനെ ചെയ്തത്, നിങ്ങൾ എന്തിനാണ് ഞങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് നിന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം നോക്കിക്കൂടായിരുന്നോ എന്ന് ചോദിക്കുന്ന ഒരു സമയം വരെ ഒരു പക്ഷെ അപ്പോഴാണ് നമ്മൾ ഏറ്റവും തളർന്നു പോകുന്നത്, അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ റിയലൈസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്, നമ്മൾ സ്വയം സ്നേഹിക്കുക എന്നതിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യമാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ സെൽഫിഷ്നെസ് എന്ന് പറയുന്ന കാര്യമുണ്ട് അല്ലെ. നമ്മൾ പറയും സ്വയം സ്നേഹം എന്ന് പറയുന്നത് സെൽഫിഷ്നെസ് ആണ് എന്ന് പറയുന്ന ആളുകളുണ്ട്. ഓക്കെ, സെൽഫിഷ്നെസ് ആണോ സ്നേഹം എന്ന് പറയുന്നത്? സ്വയം സ്നേഹം എന്ന് പറയുന്നത് നമ്മൾ നമ്മളെ അംഗീകരിച്ചുകൊണ്ട് സ്നേഹിച്ചുകൊണ്ട് നമ്മളുടെ ഉള്ളിൽ സ്നേഹം നിറച്ചു കഴിഞ്ഞാല് നമുക്ക് പുറത്തുള്ള ആളുകളെ സ്നേഹിക്കാൻ കഴിയുകയാണ് ചെയ്യാം. എന്നാല് സെൽഫിഷ്നെസ് എന്ന് പറഞ്ഞാല് നമ്മളോട് ഭയങ്കര നമുക്ക് വേണ്ടിയിട്ട് ആക്രാന്തായിരിക്കും, ആർത്തിയായിരിക്കും, എന്നാൽ മറ്റുള്ളവരെ പരിഗണിക്കുകയില്ല. അതാണ് സെൽഫിഷ്നെസ്. ഇത് രണ്ടും തമ്മിൽ തെറ്റിദ്ധരിച്ച ഒരു കാര്യമാണ്, തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. നമ്മൾ സെൽഫ് ലവ് ആണെന്ന് പറഞ്ഞാൽ നിനക്ക് അല്ലെങ്കിൽ സെൽഫിഷ്നെസ് ആണ് എന്ന് പറയുന്ന ആളുകളുണ്ട്. ഒരിക്കലും സെൽഫിഷ്നെസ്സും സെൽഫ് ലവും ഒന്നല്ല. സെൽഫ് ലവ് സ്വയം നിറച്ചുകൊണ്ട് മറ്റുള്ളവരിലേക്ക് പകരലാണ്. എന്നാൽ മറ്റേത് അവർക്ക് സെൽഫ് ലവ് ഉണ്ടാവില്ല. സെൽഫിഷ്നെസ് ഉള്ളവർക്ക് സെൽഫ് ലവ് ഉണ്ടാവണമെന്നില്ല. അവർക്കെല്ലാം അങ്ങനെ വെട്ടിപ്പിടിക്കാനുള്ള ഒരു ആക്രാന്തം, അതാണ് സെൽഫിഷ്നെസ്, അല്ലെ. ഒരു സ്റ്റോറി അല്ല, ഒരു നടന്ന ഒരു ഇവന്റ് ആണ്. ഒരു ലേഡി ഒരു അമ്മ വളരെയധികം എന്താ സ്ട്രിക്റ്റ് ആണ്. എപ്പോഴും സ്റ്റോറികൾ ഇങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കും മക്കൾക്ക്. എന്താണ് മദറിനെ കെയർ ചെയ്യേണ്ട, അമ്മയെ കെയർ ചെയ്യേണ്ട കാര്യത്തെ കുറിച്ച്, അമ്മയ്ക്ക് നമ്മൾ കൊടുക്കേണ്ട മര്യാദകള്, അമ്മയെ എങ്ങനെ നോക്കണം, അമ്മയെ അങ്ങനെയാണ് നോക്കേണ്ടത്, ഇങ്ങനെയാണ് നോക്കേണ്ടത്. അതുപോലെ തന്നെ അമ്മയെ നോക്കാത്തവർക്ക്, അമ്മ പറഞ്ഞത് അനുസരിക്കാത്തവർക്ക് വന്ന് ഭവിച്ചിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകള്, ദൈവം അവർക്ക് കൊടുക്കുന്ന ശിക്ഷകളെ കുറിച്ച് ഒരുപാട് കഥകൾ ഇങ്ങനെ ഒരു മക്കൾക്ക് പറഞ്ഞു കൊടുക്കും. അതുപോലെ തന്നെ മക്കൾക്ക് എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തില് ഫ്രീഡം എന്ന് പറയുന്നത്, അവരുടേതായിട്ടുള്ള ഒരു ലോകം എന്ന് പറയുന്നത് ഇല്ല. ഏത് സമയവും അമ്മ അവർക്ക് എപ്പോഴും ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരിക്കും. എപ്പോഴും അവർക്ക് ജോലിയും കാര്യങ്ങളും ഇതാണ്. എല്ലാം അമ്മയുടെ കൈകളിലാണ് കൈകാര്യം ചെയ്യുന്നത്. ഇപ്പം വീട്ടിലേക്ക് കുറച്ച് സ്നാക്സോ ഫ്രൂട്ട്സോ എന്തെങ്കിലും കൊണ്ടുവന്ന് വെച്ചാൽ ഈ അമ്മയുടെ കസ്റ്റഡിയിലാണത്. അല്ലെ സാധാരണ ഇപ്പൊ നമ്മൾ മക്കളാണെങ്കിൽ അവരെടുത്ത് കഴിക്കും, അങ്ങനെ അല്ലെ. ഇത് ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. എന്നാൽ ഈ പെൺകുട്ടി അവരുടെ മോള് വലുതായപ്പം ഇവരെന്ത് ചെയ്ത്, ഹസ്ബൻഡ് കല്യാണം കഴിച്ച് കുഞ്ഞുങ്ങളായി. കുഞ്ഞുങ്ങളെയൊക്കെ ആദ്യം നന്നായിട്ട് നോക്കുമായിരുന്നു. പക്ഷെ പിന്നീട് ഇവർക്ക് എന്തായി, കുട്ടികൾ വലുതായി കഴിയുമ്പോൾ അവരോട് എപ്പോഴും പരാതികൾ. അവർക്ക് സ്റ്റോറിയൊക്കെ ഇതേ സ്റ്റോറിയാണ് പറഞ്ഞു കൊടുക്കുന്നത്. നമ്മൾ പറയുന്നുണ്ടല്ലോ, മാതാവിന്റെ പാദത്തിനടിയിലാണ് സ്വർഗം എന്ന് പറയുന്നുണ്ട്. ഇതുപോലെയുള്ള കഥകൾ. പിന്നെ മാതാവിനെ ധിക്കരിച്ച ഒരു മോന് ഇങ്ങനെ ആക്സിഡന്റ് ആയി മരിച്ചുപോയി. ഇങ്ങനെയുള്ള സ്റ്റോറികൾ തന്നെയാണ് ഇവരും പറയുന്നത്. അപ്പൊ ഈ ഇവർക്കൊന്നും അമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടാത്തത് കൊണ്ട് തന്നെ ഇവർക്ക് ആഗ്രഹിക്കുന്നത് മുഴുവൻ മക്കളിൽ നിന്ന് കിട്ടണം, ഹസ്ബൻഡിൽ നിന്ന് കിട്ടണം,
എന്നുള്ള വാക്കുകൾ മാത്രമാണ്. എന്നാൽ ആ കുട്ടികൾക്കുള്ള സ്പേസ് അവർ കൊടുക്കുകയില്ല. അവരുടെ ഇതിൽ ഒറ്റ തോട്ടേ ഉള്ളൂ, അമ്മയെ സ്നേഹിക്കണം, അമ്മയെ സ്നേഹിക്കണം. അമ്മ സ്വർഗമാണ്. അമ്മ സ്വർഗമല്ല എന്ന് പറയുന്നില്ല, അമ്മ സ്വർഗമാണ്. മനുഷ്യത അത് തന്നെയാണ് പറയുന്നത്. മാതാവ് പിതാവ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്, അവരുടെയൊക്കെ അവര് തന്നെയാണ് നമ്മുടെ ലോകം. പക്ഷേ ഇവർക്ക് പിന്നീട് ഇവർ വലുതായപ്പോ അവർക്ക് എല്ലാം കിട്ടുന്നുണ്ട്. പക്ഷെ അപ്പോഴും അവര് പറയുന്നത് അവർക്ക് ജീവിതത്തിൽ കിട്ടാത്ത സുഖങ്ങളെ കുറിച്ചാണ്. ഞാനൊന്നും അനുഭവിച്ചിട്ടില്ല, ഞാനൊന്നും അനുഭവിച്ചിട്ടില്ല. അപ്പൊ ഇത് പണിഷ് ചെയ്യുന്നത് ആരെയാണ്? അവരുടെ കുഞ്ഞുങ്ങളെയാണ്. അവരുടെ കുഞ്ഞുങ്ങളും ഇതുപോലെയാണ് ആവുക, അല്ലേ? എനിക്ക് കിട്ടിയിട്ടില്ല, എനിക്ക് കിട്ടിയിട്ടില്ല. അത് അവരും ഇതേ ആ അമ്മയുടെ അതേ പാറ്റേണിലാണ് ഇവർ. അവർ എന്തുണ്ടെങ്കിലും അവരുടെ കയ്യിൽ കൊടുക്കണം. കൊടുത്താലും ഇവരെന്താ പറയാ, എന്നാലും മക്കൾക്ക് വലുതായി, അവരുടേതായിട്ടുള്ള ലോകത്തേക്ക് അവർ പോയി. പക്ഷെ ആ മക്കൾക്ക് അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, ഹസ്ബൻഡ്, മക്കൾ, ഇതൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഈ അമ്മ പറയാ എന്താ, മക്കൾ എന്നെ നോക്കുന്നില്ല, മക്കൾ എന്നെ നോക്കുന്നില്ല. ഓക്കെ, ഈ ഒരു ഇതാണ് വരിക. അപ്പൊ എന്തുകൊണ്ടാണ് ഇവിടെ ഈ അമ്മയുടെ കുഴപ്പമില്ല? എന്തുകൊണ്ട് ഈ അമ്മയ്ക്ക് ഒരു സ്പേസ് കിട്ടാതെ, സ്വയം സ്നേഹിക്കാതെ, അമ്മ പഠിപ്പിച്ചത് എന്താണ്? അവരെ സ്നേഹിക്കണം, അല്ലെ? അത് മാത്രാണ്. അതിന്റെ എല്ലാ കാര്യത്തിലും അതിൻ്റെതായിട്ടുള്ള മര്യാദകളുണ്ട്, അല്ലെ? സ്വയം സ്നേഹിക്കണം, സ്വയം സേഫ്റ്റി, അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കൊടുത്ത്. ഇപ്പൊ ഞാൻ എന്റെ കുഞ്ഞുങ്ങളോട് പറയാണ്, എന്റെ കാലിന്റെ കീഴിലാണ് നിങ്ങളുടെ സ്വർഗം എന്ന് പറഞ്ഞാൽ എന്താണ്? എന്റെ കാലിന്റെ കീഴിൽ വന്നിട്ട് കുട്ടികൾ കിടക്കണം എന്നുള്ള അർത്ഥമല്ല. അതായത് അമ്മയെ അത്രയും സ്നേഹിക്കണം, ബഹുമാനിക്കണം എന്നുള്ളതാണ്. ഉമ്മയാണെങ്കിലും അമ്മയാണെങ്കിലും ഉപ്പയാണെങ്കിലും അച്ഛനെയാണെങ്കിലും, അല്ലെ? അവരത്രയും ഇമ്പോർട്ടന്റ് ആണ് ജീവിതത്തിൽ. കാരണം കാരണമാണ് നമ്മൾ ഇന്ന് കാണുന്ന നമ്മള് ആയിട്ടുള്ളത്. അവരെ നമ്മൾ സ്നേഹിക്കണം, ബഹുമാനിക്കണം, കെയർ ചെയ്യണം, അത് എത്ര വലുതായാലും. പക്ഷെ നമ്മൾ വളർത്തുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഈ രീതിയിൽ മാത്രമല്ല, അല്ലെ? നല്ല കഥകള് അമ്മയുടെ, അതേപോലെ തന്നെ അവരെ കുറിച്ചുള്ള അവരുടെ ജീവിതത്തിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം, അല്ലെ? ഇപ്പൊ നമ്മൾ ദൈവത്തെ കുറിച്ച് പറയുമ്പോഴേ എന്താ പറയാ, ദൈവം നമ്മൾക്ക് നമ്മുടെ പല ആളുകളും പറഞ്ഞു കേട്ടിട്ടുള്ളതായിരിക്കും. എന്ത് ചെയ്യും? ദൈവം ശിക്ഷിക്കും, ദൈവം ശിക്ഷിക്കും. അങ്ങോട്ട് തിരിഞ്ഞാൽ പറയും ദൈവം. ഇവരും അതേ പാറ്റേണിലാണ് കേട്ടോ. ദൈവം ശിക്ഷിക്കും, ഇരുന്നാ ദൈവം ശിക്ഷിക്കും, തിരിഞ്ഞാ ദൈവം ശിക്ഷിക്കും, അല്ലെ? അവിടെ ഇരിക്കാൻ പാടില്ല, ഇവിടെ ഇരിക്കാൻ പാടില്ല, അവിടെ, അല്ലെ? ആ ഒരു രീതിയിൽ. അപ്പൊ എന്താണ്, ദൈവം എന്ന് പറയുന്ന ഒരാള് വളരെയധികം ശിക്ഷിക്കുന്ന, ദേഷ്യപ്പെടുന്ന, ഉപദ്രവിക്കുന്ന, ഒരു പേടിപ്പെടുത്തുന്ന ഒരാളെ ആ ഒരു കൺസെപ്റ്റിലാണ് പല ആളുകളും കണ്ടിട്ടുണ്ടാവുക. എന്നാല് നമ്മൾ പറയുന്നുണ്ട് ദൈവം ആരാണ്? റഹീമാണ്, അല്ലെ? മലയാളത്തിൽ, അറബിയിലാണെങ്കിൽ പറയും റഹീമാണ്, റഹ്മാനാണ്, അല്ലെ? കരുണ ചൊരിയുന്നവനാണ്, സ്നേഹമുള്ളവനാണ്. എത്ര നമ്മൾ തെറ്റ് ചെയ്താലും പൊറുക്കുന്നവനാണ് ദൈവം, അല്ലെ? അത്രയും വേറെ ആർക്കും അത്രയും സ്വന്തം അമ്മയേക്കാൾ, അല്ലെ? നമ്മൾ പറഞ്ഞ അമ്മയാണ് അത്രയും നമ്മുടെ എന്താ കൺകണ്ട ദൈവം എന്നൊക്കെ പറയും, അല്ലെ? മാതാപിതാക്കളാണ്. അപ്പം അതിനേക്കാളും ഉയർന്ന ദൈവത്തെ കുറിച്ചാണ് പറഞ്ഞു തരുന്നത്. ദൈവത്തിന് ഭയങ്കര ക്രൂരനായിട്ടുള്ള ഒരാൾ, അല്ലെ? നമസ്കരിച്ചിട്ടില്ലെങ്കിൽ പേടിക്കണം, പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിൽ, ബൈബിൾ വായിച്ചിട്ടില്ലെങ്കിൽ ദൈവം എന്ത് ചെയ്യും? ശിക്ഷിക്കും, അല്ലെ? പക്ഷേ എത്രയോ കാരുണ്യവാനാണ്. നമ്മൾ അത്രയും ക്ലോസ് ആണ്. അതിന് എന്ത് ചെയ്യണം? നമ്മൾ ദൈവത്തെ സ്നേഹിക്കണമെങ്കിലും നമുക്ക് സെൽഫ് ലവ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ആ ദൈവത്തെയും നമുക്ക് അതുപോലെ കണ്ടുകൊണ്ട് അത്രയും ക്ലോസ് ആയിക്കൊണ്ട് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കും, അല്ലെ? ദൈവത്തിന്റെ ഇതേപോലെയുള്ള പേടിപ്പെടുത്തുന്ന കഥകളല്ല നമ്മൾ ദൈവത്തെ കുറിച്ചോ അല്ലെങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്പിലോ. അമ്മ എന്ന് പറയുന്നത് സാധാരണ വ്യക്തിയാണ്, പക്ഷെ നമ്മുടെ ഉയർന്ന വ്യക്തിയാണ്. നമ്മൾ അവരെ ബഹുമാനിക്കണം, മുതിർന്നവരെ ബഹുമാനിക്കണം, അധ്യാപകരെ ബഹുമാനിക്കണം, മറ്റുള്ളവർക്ക് കൺസിഡറേഷൻ കൊടുക്കണം. പക്ഷെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ ഓരോരുത്തരുടെ മക്കളോട് അതാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. അവരായിട്ട് ഇരുന്നാൽ മാത്രമേ അവർക്ക് നമ്മളെ ബഹുമാനിക്കാൻ കഴിയൂ. അല്ലെങ്കിൽ അവരെ എന്തിനു പറ്റൂല? ഈ പക്ഷിക്കുഞ്ഞില്ലേ, ഒരു പക്ഷിക്കുഞ്ഞ് അത് മുട്ടയിട്ട് ഒരു കുഞ്ഞ് വിരിഞ്ഞു കഴിഞ്ഞാല് അതിനെ നമ്മൾ ഇങ്ങനെ എപ്പോഴും പിടിച്ചു വെച്ച് അങ്ങനെ ഉണ്ടാവും. അതിനെങ്ങനെ എപ്പോഴും നമ്മൾ തട്ടിക്കൊടുത്താൽ അത് എന്ത് ചെയ്യും? അത് അങ്ങനെ വളരൂല, അല്ലെ? അത് വളരണമെങ്കിൽ അതിന് കുറച്ചൊരു ഫ്രീഡം കൊടുക്കണം. അതുപോലെയാണ് എപ്പോഴും ഒരുപാട് ഇൻസ്ട്രക്ഷൻസും ഉപദേശങ്ങളും കൊടുത്ത് ഒരുപാട് നിയമങ്ങൾ ഇങ്ങനെ കുത്തി 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 നിറച്ചെന്നാൽ അവർക്കൊരു അവരുടേതായിട്ടുള്ള ചിന്തിക്കാനുള്ള ഒരു കഴിവുണ്ടാവില്ല. അവിടെ നമ്മൾ എന്ത് പ്രാക്ടീസ് ചെയ്യണം? സെൽഫ് ലവ് മക്കൾക്ക് ആദ്യം തന്നെ പഠിപ്പിച്ചു കൊടുക്കുക. അങ്ങനെയുള്ള കുട്ടികൾക്കാണ് ഉയർന്നു വരാനായിട്ട് സാധിക്കുള്ളൂ. നമുക്ക് അത് കിട്ടിയിട്ടുണ്ട്, നമ്മുടെ മക്കൾക്ക് നമ്മളത്
പകർന്നു കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഒരു കോട്ട് ഉണ്ട്, യു ആർ പ്രൊഫൗണ്ട്ലി ലവബിൾ ഈവൻ വെൻ യു ഫെയിൽ ആൻഡ് ഈവൻ യു ഇംപെർഫെക്ഷൻ ആൻഡ് ഫ്ലോസ്. അതായത് നിങ്ങള് സ്നേഹിക്കപ്പെടേണ്ടതാണ്. നിങ്ങൾ ഇനി തോറ്റുപോയാലും അത് എന്താ പെർഫെക്ഷൻ അല്ല എങ്കിലും, നിങ്ങൾ കാര്യങ്ങളെ അത്രയും പൂർണ്ണമായിട്ടല്ല നിങ്ങൾ ചെയ്യുന്നെങ്കിലും, നിങ്ങൾ താഴ്ചയിലാണെങ്കിലും, നിങ്ങൾ ചെയ്യുന്നത് കുറവാണെങ്കിലും ഒക്കെ, ഏതൊരവസ്ഥയിലാണെങ്കിലും നിങ്ങൾ സ്നേഹിക്കപ്പെടേണ്ട ആളാണ്. നിങ്ങൾ നിങ്ങളെ സ്വയം സ്നേഹിക്കാം. നിങ്ങളുടെ എന്തെങ്കിലും കുറവുകൾ ഉണ്ടാവും അല്ലേ? അപ്പൊ നമ്മൾ ഇപ്പൊ മറ്റുള്ളവരെ നോക്കുമ്പോ, ഇപ്പൊ ഒരാളുടെ പോലെയല്ല ഒരാൾ അല്ലെ? ഇപ്പൊ ഞാൻ നോക്കുമ്പോ എനിക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് എന്ന് ഞാൻ ചിന്തിക്കുകയാണെങ്കിൽ, അവിടെ ഞാൻ എന്നെ സ്നേഹിക്കേണ്ടതാണ്. എനിക്ക് സക്സസ് ഉണ്ട് എങ്കിലും ഞാൻ എന്നെ സ്നേഹിക്കേണ്ടതാണ്. എനിക്ക് കാര്യങ്ങളൊന്നും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിലും നമ്മളെ സ്നേഹിക്കാം. ഏതൊരവസ്ഥയിലും നമ്മളെ സ്നേഹിച്ചെങ്കിൽ മാത്രമേ ആ ഒരു ലിമിറ്റേഷൻസ്, ആ ഒരു കുറവിനെ നികത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് സെൽഫ് ലവ് കൊണ്ട് ഒരുപാട് ഉപകാരങ്ങളുണ്ട്. സെൽഫ് ലവ് എന്തൊക്കെയാണ് സെൽഫ് ലവ് കൊണ്ടുള്ള ഉപകാരങ്ങൾ? ഒന്ന് ടൈപ്പ് ചെയ്യൂ. നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുന്നത് കൊണ്ടുള്ള ഉപകാരങ്ങൾ എന്തൊക്കെയാണ്? വിജയം. ഓക്കെ, വിജയം ഉണ്ടാവും. പിന്നെന്താ ഉണ്ടാവുക? ഫ്രീഡം ഉണ്ടാവും, പേഴ്സണാലിറ്റി, സ്ട്രെസ് കുറയും, കോൺഫിഡൻസ്. ഓക്കെ, കൺഗ്രാറ്റുലേഷൻസ്, താങ്ക് യു. ഓക്കെ, നമുക്ക് നിങ്ങൾ പറഞ്ഞത് തന്നെയാണ്, നമ്മുടെ സ്ട്രെസ് കുറയും അല്ലെ? നമുക്ക് സ്വന്തത്തെ സ്നേഹിക്കുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് കൂടും. നമുക്ക് കൂടുതൽ വിജയത്തിലേക്ക് എത്താനായിട്ട്, നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു പ്രാപ്തി ഉണ്ടാവും. മറ്റുള്ളവരുടെ മുന്നിലാണെങ്കിലും സംസാരിക്കാനാണെങ്കിലും, ഞാൻ എന്നെ സ്നേഹിച്ചിട്ടില്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഡൗട്ട് വെച്ചിട്ട്, എൻ്റെ ഉള്ളിൽ വേദനകൾ വെച്ചിട്ട് എനിക്ക് മറ്റുള്ളവരോട് കോൺഫിഡൻസോട് കൂടിയിട്ട് സംസാരിക്കാനായിട്ട് സാധിക്കില്ല അല്ലെ? അതുപോലെ തന്നെ നമുക്ക് റിസ്ക് എടുക്കാനായിട്ട് സാധിക്കും. എന്ത് കാര്യത്തിലാണെങ്കിലും റിസ്ക് എടുത്ത് ചലഞ്ച് ഏറ്റെടുത്തിട്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. കുറവുകൾ പരിഹരിക്കാനുള്ള കഴിവുണ്ടാവും. ഓക്കെ, നമ്മുടെ സ്ട്രെസ് കുറയുമെന്ന് പറഞ്ഞു അല്ലെ? സ്ട്രെസ് കുറയുന്നത് നമ്മുടെ കോൺഫിഡൻസ് കൂടും. അതുപോലെ തന്നെ നമ്മളെ ഉള്ളില് സെൽഫ് ലവ് ഇല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ എന്താണ് ചെയ്യുന്നത്? നമ്മൾ ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ സ്വയം സ്നേഹിക്കുമ്പോൾ എന്താ സംഭവിക്കുക? നമുക്ക് ആത്മവിശ്വാസം കൂടും. അതുപോലെ തന്നെ സ്ട്രെസ് കുറയും. നമുക്ക് കാര്യങ്ങൾ വളരെ ലാഘവത്തോട് കൂടിയിട്ട് എളുപ്പത്തിൽ ചെയ്യാനായിട്ട് സാധിക്കും അല്ലേ? പിന്നെ നമുക്ക് എന്തുണ്ടാവും? നമ്മളോട് സെൽഫ് ലവ് ചെയ്യുമ്പോൾ നമ്മളെ നമുക്ക് മനസ്സിലാക്കാം. നമ്മളായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നതിനെയാണ് എന്താണ് നമ്മൾ എമ്പതി എന്ന് പറയും അല്ലെ? നമ്മള് ഇപ്പൊ ഞാനിപ്പം എന്താണ് എന്റെ ബോഡിക്ക് ഇത് വേണം, അല്ലെങ്കിൽ ഇപ്പൊ എനിക്ക് വിശക്കുന്നുണ്ടെങ്കിൽ ഞാന് ഭക്ഷണം കഴിക്കണം. എന്നെ ഞാൻ മനസ്സിലാക്കാതെ, എന്നോട് കൈൻഡ്നെസ് കാണിക്കാതെ, കമ്പാഷനേറ്റ് ആവാതെ, എമ്പതി ഇല്ലാതെ ഞാൻ പെരുമാറുകയാണെങ്കിൽ അത് എനിക്ക് എന്റെ ബോഡിയെയും മനസ്സിനെയും ബാധിക്കും. അപ്പൊ നമ്മളോട് എമ്പതി ഉള്ളവരായിരിക്കുക എന്നുള്ളത്. പിന്നെ എനിക്ക് എന്നെ സ്വയം സ്നേഹിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ എന്റെ ചുറ്റുഭാഗത്ത് എനിക്കൊരു ബൗണ്ടറി സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിന്റെ അപ്പുറത്തേക്ക് ഞാൻ പോവില്ല, അല്ലെങ്കിൽ എന്റെ മറ്റുള്ള കാര്യങ്ങളിൽ കൂടുതൽ ആരും ചാടിക്കേറി വരില്ല. നിങ്ങൾ നോക്കൂ, സെൽഫ് ലവ് ഇല്ലാത്ത ആളുകളുടെ ലൈഫിൽ പലരും കയറി ഇറങ്ങും അല്ലെ? അവരുടെ തീരുമാനങ്ങൾ എടുക്കുന്നത്, അവരെ കൊണ്ട് ചെയ്യിക്കുന്നത് എല്ലാം മറ്റുള്ളവരുടെ കൺട്രോളിലായിരിക്കും. നമ്മുടെ കൺട്രോൾ മറ്റുള്ളവരിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ നമ്മൾ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യേണ്ടത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ നമ്മൾ പറഞ്ഞല്ലോ കോൺഫിഡൻസ് ഇംപ്രൂവ് ചെയ്യുന്നത്. അതുപോലെ നമുക്ക് നല്ല നല്ല റിലേഷൻഷിപ്പ് അല്ലെ? നമ്മൾ വളരുമ്പോൾ നമ്മളിൽ ചേഞ്ചസ് ഉണ്ടാവുമ്പോൾ നമുക്ക് കൂടുതൽ നല്ല പോസിറ്റീവ് ആയിട്ടുള്ള നല്ല നല്ല ബന്ധങ്ങൾ നമ്മളിലേക്ക് ആകർഷിച്ചു വന്നുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യണ്ടേ? എങ്ങനെയാണ് സെൽഫ് ലവ് ചെയ്യേണ്ടത്? എങ്ങനെ ചെയ്യാം? നമുക്ക് സെൽഫ് ലവ് എങ്ങനെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം?
സെൽഫ് ലവ് നമുക്ക് എങ്ങനെ പ്രാക്ടീസ് ചെയ്യാം? നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാല് മിറർ ടോക്ക്. കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, നിങ്ങളുടെ പോയിന്റ്സ് പോരട്ടെ. EFT ചെയ്ത ആളുകളാണ് ഈ ടാപ്പിങ്ങും മിറർ ടോക്കും സെൽഫ് ലവ് ഒക്കെ പറയുന്നത്. സെൽഫ് ലവ്, സെൽഫ് ഫോർഗിവ്നെസ്. ഓക്കെ, അപ്പൊ നമുക്ക് പറയാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാല് സ്റ്റോപ്പ് വറിയിങ് അബൌട്ട് അതേഴ്സ് ഒപ്പീനിയൻ. മറ്റുള്ളവര് എന്നെ കൊണ്ട് എന്താണ് പറയുന്നത്, അവരെന്ത് ചില ആളുകളുടെ ഒരു പ്രത്യേകതയാണ്, അവരെന്താ പറയാ, അവരെന്താ ചിന്തിക്കുക, ഞാൻ ഇങ്ങനെ ചെയ്താൽ അവരെന്താ പറയാ. പക്ഷെ ചില കാര്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾക്ക് നമ്മുടെ ഈ ലോകത്തിന് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഓരോ നാട്ടിൽ ചെല്ലുമ്പോഴും അതിൻ്റെതായിട്ടുള്ള റൂൾസുകളും കാര്യങ്ങളും ഉണ്ട്. പക്ഷെ ആരുടെയും എന്താ മറ്റുള്ള അവരുടെ കാര്യങ്ങളെ വ്രണപ്പെടുത്താതെ നമുക്ക് സ്വതന്ത്രമായിട്ട് നല്ല ഇതെന്ന് തോന്നിക്കുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മൾ ഒരു കാര്യം പേടിക്കേണ്ട ആവശ്യമില്ല അല്ലെ. ആദ്യമൊക്കെ എന്താണ്, ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഹസ്ബൻഡ് മരിച്ചൊരു പെണ്ണ്, ഇപ്പം മറ്റുള്ളവരെന്ത് വിചാരിക്കും അല്ലെ, ആ ഒരു തോട്ടില് ഇവരെന്താ ആദ്യം എന്തായിരുന്നില്ലേ, സതി എന്ന് പറയുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു അല്ലെ. ഹസ്ബൻഡ് മരിച്ചു കഴിഞ്ഞാല് ഈ ചിതയില് വീണിട്ട് ആ സ്ത്രീകളെ അങ്ങനെ ആത്മഹത്യ ചെയ്തിരുന്ന കാര്യം ഉണ്ടായിരുന്നു. അത് അവര് ആത്മഹത്യ ചെയ്തിരുന്നല്ല, അവരൊക്കെ തള്ളി ഇടുമായിരുന്നു എന്നാ പറയുന്നത് അല്ലെ. എത്രയും ക്രൂരമായിട്ടുള്ള സംഭവമാണ്. അപ്പോ നമ്മള് എന്ത് ചെയ്യാ, നമ്മള് മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് പറയുന്ന അതിന് പകരം എന്താണ്, എനിക്ക് റൈറ്റ് ആണ്, എനിക്ക് സന്തോഷമുണ്ട്, അത് എന്താ പറയാ, ഇപ്പൊ നമ്മള് ചെയ്യാൻ അനുവദനീയമായിട്ടുള്ള കാര്യങ്ങളാണ് അത് എങ്കിൽ നമ്മൾ ചെയ്യുക. മറ്റുള്ളവരല്ല നമുക്ക് ഭക്ഷണം തരുന്നത്, അവരല്ല നമ്മളുടെ സമാധാനത്തെ നിശ്ചയിച്ചിരിക്കുന്നത്, അവരുടെ കയ്യിലല്ല നമ്മുടെ ഹാപ്പിനെസിന്റെ താക്കോല് അല്ലെ. ഈ മറ്റുള്ളവര് നിങ്ങൾ വിഷമിച്ചിരിക്കുമ്പോൾ അവര് നിങ്ങൾക്ക് ആശ്വാസമായിട്ട് വരുമോ? ഇല്ല, വരുമോ? നമുക്ക് വളരെ ചുരുക്കം ചില ഫ്രണ്ട്സുകളും ആളുകളാണ് നമ്മളെ ആ ഒരു അവസ്ഥയിൽ നമ്മുടെ അടുത്തേക്ക് എത്തുകയുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഹാപ്പിനെസ്, നിങ്ങൾക്ക് ഒരു ചുരിദാർ ഇടണം എന്ന് തോന്നുന്നെങ്കിൽ, ഈ മോഡൽ ഇടണം എന്ന് തോന്നുന്നെങ്കിൽ, നിങ്ങൾക്ക് അത് കംഫർട്ട് ആണെന്ന് തോന്നുന്നെങ്കിൽ, അതുപോലെ എന്താണ് ഒരു പാട്ട് പാടണം എന്ന് തോന്നുന്നെങ്കിൽ, നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിൽ ഒരു കുഴപ്പമില്ല. മറ്റുള്ളവർ അപ്പുറത്ത് അവരെന്താ പറയാ, അവർക്ക് ഒരുപക്ഷെ ഇവര് നടക്കുന്ന പോലെയൊക്കെ നടക്കണം എന്നുണ്ടാവും. അയ്യോ, അവൾ എത്ര നല്ല ഇതായിട്ടാണ് നടക്കുന്നത്, അവൾ എന്തോരം ഹാപ്പി ആയിട്ടാണ് ജീവിക്കുന്നത് എന്ന് പറയുന്നവര്, പിന്നെ നമ്മള് വേഷം കെട്ടിയൊക്കെ പോകുമ്പോ, നമ്മള് നല്ല വേഷമൊക്കെ ഇട്ടിട്ട് പോകുമ്പോ അവര് ഇതൊക്കെ നീ ഇടുവോ, പിറ്റേ ദിവസം അവരെ കൊണ്ട് ഇടും. ഞങ്ങളുടെ ആദ്യം താമസിച്ചത് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളുടെ വീട്ടില് ഇങ്ങനെ ഇത് ഞങ്ങൾക്ക് എന്റെ മദർ ഇങ്ങനെ ഡ്രസ്സ് വാങ്ങിച്ചു തന്നു. അപ്പൊ അന്ന് അവര് അതിട്ട് കണ്ടപ്പോ അവര് ചോദിച്ചു, ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ മക്കൾക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. പിറ്റേ ദിവസം ഉണ്ട് ഇവരുടെ മക്കൾക്കൊക്കെ ഇതേപോലത്തെ ഡ്രസ്സ്. ഇത്രയുള്ള മനുഷ്യന്മാരുടെ കഥ. അവർക്ക് നമ്മൾ ചെയ്യുമ്പോൾ, ഇപ്പോ എക്സാമ്പിൾ പറയണെങ്കിൽ സ്ലിറ്റ് ഉള്ള ചുരിദാർ മീൻസ് ഓപ്പൺ ഉള്ള ചുരിദാർ ഇട്ടപ്പം ഒരാൾ ഇട്ടപ്പോ എല്ലാരും പറയോ എന്താ അവളുടെ എത്രയും ഇത് എല്ലാം കാണാന്ന് പറഞ്ഞ് അല്ലേ. ചുരിദാർ ഇട്ടപ്പോ ലെഗിൻസ് ഇട്ടപ്പോ എല്ലാം മറ്റുള്ളവരിടുമ്പം അവർക്ക് അസ്വസ്ഥതയാണ്. അവരിട്ടോ അപ്പൊ അത് അനുവദനീയാണ് അല്ലെ, അനുവദിക്കപ്പെട്ടതാണ്, അത് ഓക്കെ ആയി അല്ലെ. നമ്മൾ എന്ത് ചെയ്യുന്നു അത് ഓക്കെയാണ്. പക്ഷെ മറ്റുള്ളവർ ചെയ്യുമ്പോഴാണ് ചിലർക്ക് അസ്വസ്ഥത വരുന്നത്. അതുകൊണ്ട് അവരെന്ത് പറയുന്നോ അത് അവരുടെ അതിലേക്ക് വിട്ടേക്കുക. നിങ്ങൾ എന്താണ് പറയുന്നത് നോക്കുക. അവര് പറയുന്നതിനേക്കാളും നിങ്ങൾ എന്താണ് പറയുന്നത് എന്നുള്ളതാണ് മാറ്റർ അല്ലെ. അപ്പൊ നമ്മളോട് സംസാരിക്കുക, അവരെന്ത് പറയുന്നു ആ ഒരു ടോക്ക് നിർത്തുക. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാവുമല്ലോ ചില ഈ സെൽഫ് ലവിന്റെ കാര്യം പറഞ്ഞപ്പം നമ്മൾ ഇതേ വീട്ടിൽ ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ ഒരു അമ്മയും മോളും, ഈ അമ്മ ഇതുപോലെ അമ്മയുടെ ഇതിൽ വളർന്ന മോള് അവര് അമ്മയുടെ കാര്യം മാത്രം പറഞ്ഞ അമ്മയുടെ ഒരു കുട്ടിയായിട്ട് വളർത്തി. അവരും ഇതുപോലെ തന്നെയാണ്, എന്ത് കിട്ടിയാലും എടുത്തു വെക്കും, ഒരു കാര്യം അപ്പോഴത്തേക്ക് ഉപയോഗിക്കില്ല. എന്നിട്ട് അത് എടുത്തു വെച്ച് അതിന്റെ എല്ലാ ഗുണങ്ങളും മണവും പോയി നഷ്ടപ്പെടുത്തതിന് ശേഷമായിരിക്കും അവർ ഉപയോഗിക്കുക. അത് ചില വീടുകളിലൊക്കെ അല്ലെ, നമ്മളൊക്കെ വീടുകളില്ലേ രാധാ മാം, അടിപൊളി പാത്രങ്ങൾ കുറെ ഷോക്കേസിൽ ഇരിപ്പില്ലേ അല്ലേ വത്സല മാം, ഷാഹിദ മാം, അമീറ മാം ഇല്ലേ, അടിപൊളി പാത്രങ്ങള് ആർക്ക് വെച്ചേക്കുക? ആർക്ക് വെച്ചേക്കാ? വരൂലേ, അതിഥികൾ വരും അല്ലെ, നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ട്. നല്ല ഗ്ലാസ്സുകള് അല്ലേ, നല്ല പാത്രങ്ങള് ഗ്ലാസ്സുകള് ഒക്കെ കാലങ്ങളായിട്ട് നമ്മള് ഓർമ്മ വെച്ച നാള് മുതൽ അടുക്കി വെച്ചേക്കാണ്. എന്നാ വരിക?
വർഷത്തിൽ ഒരിക്കൽ വരുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് എടുത്തു വെച്ചേക്കാണ് അടിപൊളി പാത്രങ്ങളൊക്കെ. എന്നാലേ ഈ അടിപൊളി പാത്രത്തില് നമുക്ക് കഴിച്ചാൽ എന്താ പറ്റുക? നമുക്ക് കഴിക്കുമോ അത്? അതിൽ നമ്മൾ ഫുഡ് കഴിച്ചാൽ നമുക്ക് കഴിക്കുമോ? അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും നമുക്ക് മറ്റുള്ളവരുടെ വീട്ടിൽ പോയിട്ട് ഇതുപോലെ കഴിക്കാറുണ്ടോ? നമ്മളെ വീട്ടിലുണ്ടാവും നല്ല അടിപൊളി ബ്ലാങ്കറ്റ്, ബെഡ്ഷീറ്റ്, അല്ലേ, പില്ലോ കേസ്, പിന്നെ അങ്ങനെ എന്താ പറയാ, നല്ല സ്ക്വാഷ് ഒക്കെ കുടിക്കുന്ന ജാർ, ഇതൊക്കെ നല്ല നല്ല അടിപൊളി സംഭവങ്ങളൊക്കെ എടുത്ത് വെച്ചേക്കാണ് ആർക്കോ വേണ്ടിയിട്ട്, വിരുന്നുകാർക്ക്. എന്നിട്ട് ആ വിരുന്നുകാർ വന്നോ? വരുന്നുണ്ടോ വിരുന്നുകാര്? ആ വിരുന്നുകാര് വന്നിട്ടുണ്ടോ? എന്നിട്ട് എന്ത് ചെയ്യും? കുറച്ച് കഴിഞ്ഞാൽ അതിന്റെ ഡിസൈൻ അത് മാറും. അത് എന്ത് ചെയ്യും? അപ്പം അത് നമ്മളെടുത്ത് ഉപയോഗിക്കും, അല്ലെ? അപ്പോഴും ചിലർ ഉപയോഗിക്കില്ല, അത് അങ്ങനെ വെച്ചോണ്ടിരിക്കും. പൊട്ടിപ്പൊളിഞ്ഞ ചുക്കിച്ചുളിഞ്ഞ ബെഡ്ഷീറ്റും ഇതും ഒക്കെ അത് എടുത്തിട്ട് നമ്മൾ ഉപയോഗിച്ചിട്ട് നല്ല ഏറ്റവും നല്ലത് ആർക്ക് അപ്പൊ നമ്മൾ ആരെയാണ് സ്നേഹിക്കുന്നത്? നമ്മൾ ആരെയാണ് ഇഷ്ടപ്പെടുന്നത്? ആരോടാണ് നമുക്ക് സ്നേഹമുള്ളത്? നമ്മൾ അതെടുത്ത് ഉപയോഗിക്കണം. ആ ബ്ലാങ്കറ്റ് നമ്മൾ ഉപയോഗിച്ചിട്ട് നല്ല ലക്ഷറി ഫീലിങ്ങോട് കൂടിയിട്ട്, ആത്മസംതൃപ്തിയോട് കൂടിയിട്ട് ഉപയോഗിക്കണം. ആ പ്ലേറ്റിൽ ഒന്ന് എടുത്ത് നിങ്ങളൊന്ന് ഫുഡ് കഴിച്ചു നോക്കിയേ, അത്രയും കറി ഇതൊന്നും രുചിയില്ലെങ്കിലും എന്തോ ഒരു പ്രത്യേകത തോന്നും, ഇല്ലേ? എനിക്ക് ഭയങ്കര, ഞാൻ ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് വളരെ ഭയങ്കര ഇഷ്ടമുള്ളായിരുന്നു നല്ല കപ്പും സോസറിലും ചായ കുടിക്കുന്നത്. ഭയങ്കര ഇഷ്ടമായിരുന്നു അത് കാണുന്നത് തന്നെ. അപ്പൊ അത് നമുക്കത് ഉണ്ടാവുമ്പോൾ നമ്മളത് ഉപയോഗിക്കുക. അതിന്റെ ഒരു ഇത് നമ്മൾ ടേസ്റ്റ് ചെയ്യണ്ടേ? നമ്മൾ ലക്ഷറി നമ്മൾ ഫീൽ ചെയ്യുക. നമ്മുടെ കയ്യിലുള്ളതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് നമ്മൾ ഉപയോഗിക്കുക, നമ്മളിലേക്ക് കൊടുക്കുക. ഓക്കെ, നമ്മൾ അതിന് അവകാശപ്പെട്ടവരാണ്. നമുക്ക് ആരാ തരിക? ഇപ്പൊ ഇനി വിരുന്നുകാരായിട്ട് ചെല്ലുന്നിടത്ത് പോലും ഉണ്ട് വ്യത്യാസം, അല്ലേ? ഇപ്പോ അമേരിക്കയിൽ നിന്ന് വരുന്ന ഒരു മോനും മരുമോളും അല്ലെങ്കിൽ റിലേറ്റീവ്സ് വരികയാണെങ്കിലോ, നമ്മുടെ വീട്ടിലില്ല എങ്കിൽ ഏറ്റവും നല്ലത് അപ്പുറത്തുനിന്ന് വാങ്ങിച്ചുകൊണ്ട് വരും അവർക്ക് കൊടുക്കാന്. എന്നാല് ഇപ്പൊ ദുബായിൽ നിന്ന് വരുന്ന മോനാണെങ്കിൽ കുറച്ച് അതിന്റെയും കൂടെ താ, അല്ലെ? ഇപ്പുറത്ത് ഇവിടെ ഉള്ള ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ വരാണെങ്കിൽ അവർക്ക് ഇത്തിരിയും കൂടി, അല്ലെ? ഇപ്പുറത്ത് കർഷകനായിട്ടോ മോനോ അല്ലെങ്കിൽ കുറച്ചും കൂടി താഴ്ന്ന ജോലിക്കാരനാണെങ്കിൽ അവർക്ക് ഇതൊക്കെ മതി, ഈ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നതൊക്കെ കൊടുത്താൽ മതി, അല്ലെ? അവിടെ പോലും ഉണ്ട് വേർതിരിവ്, അല്ലേ? ഉണ്ട്, സത്യമാണ്. വേർതിരിവ് നമ്മൾ കാണുന്ന പച്ചയായിട്ടുള്ള സത്യമാണത്, അല്ലേ? വീട്ടിലാണെങ്കിലും നാട്ടിലാണെങ്കിലും എപ്പോഴും നമുക്ക് ആ ഒരു വ്യത്യാസം ഉണ്ട്, വിവേചനം ഉണ്ട്, എന്തൊക്കെ പറഞ്ഞാലും. അപ്പൊ എന്ത് ചെയ്യാ? നമ്മുടെ കയ്യിൽ അതൊക്കെ അനുഭവിച്ച് വളർന്നവരായിരിക്കും നിങ്ങൾ. നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളതിൽ നമ്മൾ കുടിക്കുക. എപ്പോഴും നിങ്ങൾ കുടിക്കണമെന്നില്ല, നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. ഏറ്റവും നല്ലൊരു പാത്രവും ഗ്ലാസും നിങ്ങൾ എന്ത് ചെയ്യാ? നിങ്ങൾക്കായിട്ട് മാറ്റി വെക്കുക. ഓക്കെ, അപ്പോ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടല്ല നമ്മൾ സ്നേഹം ഇതും കരുതി വെക്കണം, നമ്മുടെ ഉള്ളിൽ നിറച്ചുകൊണ്ട്. അപ്പോ എന്താണ്, അവർ വന്നിട്ട് ഏറ്റവും എന്താണെങ്കിലും, എന്ത് ഫുഡാണെങ്കിലും കാര്യങ്ങളാണെങ്കിലും അവർക്ക് വേണ്ടിയിട്ട് മാത്രം ആക്കാതെ വല്ലപ്പോഴും ഒക്കെ നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ പരിഗണിക്കുക. ഓക്കെ, നമ്മൾ എത്ര പരിഗണന കൊടുക്കുന്നോ അത്രയാണ് നമ്മുടെ ഉള്ളം നിറയുന്നത്. അപ്പോഴാണ് നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കുമ്പം നല്ല മനസ്സോട് കൂടിയിട്ട് സ്നേഹിക്കാനായിട്ട് സാധിക്കുള്ളൂ, അല്ലെ? നമ്മുടെ വീട്ടില് നമ്മൾ മക്കളുണ്ടെങ്കിലേ, ഇപ്പം ആരെങ്കിലും ഗസ്റ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? ചില ആളുകൾ നേരെ കുട്ടികളോട് ഭീഷണിപ്പെടുത്തിയിട്ട് അത് അവിടെ കൊണ്ടു കൊടുക്കും, അല്ലെ? സ്നാക്സും ടീ ഒക്കെ കൊണ്ടു കൊടുക്കും. അപ്പൊ എന്ത് ചെയ്യും? കുട്ടികൾ ഇങ്ങനെ നോക്കി നിൽക്കും കൊതിയോടെ. എന്നാ ചിലരെന്ത് ചെയ്യും? കുട്ടികൾക്ക് ഒരു കെയറും ഇല്ലാതെ കുട്ടികൾ അതിൽ ഗസ്റ്റിന്റെ കൂടെ ചെന്ന് കൈയിട്ട് വാരി, മാനേഴ്സ് ഇല്ലാത്ത ആ രീതിയിൽ പെരുമാറും. എന്നാൽ ചിലരെന്താ ചെയ്യാം? കുട്ടികൾക്ക് അതിൻ്റെതായിട്ടുള്ള ആ മാനേഴ്സ് പഠിപ്പിച്ചു കൊടുക്കും, അല്ലെ? അപ്പൊ കുട്ടികൾക്ക് അതുപോലെ കൊടുക്കും, ഒന്നില്ലെങ്കിൽ കൊടുക്കൂല. അപ്പൊ നമ്മൾ കൺസിഡർ ചെയ്യാം, നമുക്കും ആ ഒരു ആഗ്രഹം ഉണ്ട്. ആ കുട്ടിക്ക് ആഗ്രഹമില്ലേ ഇവരുടെ പോലെ കഴിക്കാൻ? അതേപോലെ ഉള്ളതാണ് നമ്മളും. നമുക്ക് ഇതില് അവകാശപ്പെട്ടതാണ് എല്ലാ കാര്യങ്ങളും. നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ അനുഭവിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഒരു കാര്യമാണ്, ഡോണ്ട് കമ്പയർ യുവർ സെൽഫ് വിത്ത് അതേഴ്സ്. മറ്റുള്ളവരുമായിട്ട് നമ്മുടെ കഴിവിനെ നമ്മളെ കമ്പയർ ചെയ്യാതിരിക്കുക. അവളെ കണ്ടില്ല, അവൾ എന്തൊരു സുന്ദരിയാണ്, അവൾക്ക് എന്തൊരു ഫിഗർ ആണ്, അല്ലെങ്കിൽ അവൾക്ക് കണ്ടോ അവള് പഠിച്ച് അത്രയും നല്ല മാർക്ക് മേടിച്ചു, അവന്റെ ബിസിനസ്സിൽ കണ്ടോ നല്ല ഉയർച്ചയാണ്, അല്ലെങ്കിൽ അവന്റെ ഭാര്യയെ കണ്ടോ അവള് സുന്ദരിയാണ്. ഇങ്ങനെയല്ല, അല്ലെ? നമുക്ക് എന്താണോ ഉള്ളത് അതിനെ മറ്റേ ആളുമായിട്ട് കമ്പയർ ചെയ്യാൻ പോയാല്, അതുപോലെ തന്നെ നമ്മുടെ മക്കളെ നമ്മൾ കമ്പയർ ചെയ്യാൻ പോയാല് നമുക്ക് ഒരിക്കലും നമ്മുടെ ഉള്ളിൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല. നമ്മൾ ഉള്ളതിൽ നമ്മൾ എന്ത് ചെയ്യാം? നമ്മളെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യാം.
കമ്പയർ ചെയ്യാതിരിക്കുക. നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലാണ് ആ ഒരു അസ്വസ്ഥത ഫീൽ ചെയ്യുന്നത്. അതേപോലെ തന്നെ അലോ യുവർ സെൽഫ് ടു മേക്ക് മിസ്റ്റേക്സ്. എന്തെങ്കിലും തെറ്റുകൾ നമുക്ക് പറ്റിയാൽ നമ്മൾ ചെയ്തു നോക്കുക. എന്തെങ്കിലും തെറ്റ് പറ്റിയാൽ ഇറ്റ്സ് ഓക്കെ അല്ലെ. എല്ലാ ആളുകളും ഓരോ കാര്യത്തിനും പല പല മിസ്റ്റേക്കുകൾ സംഭവിച്ചിട്ടാണ് ഇന്ന് വലിയ വലിയ കാര്യങ്ങൾ നമ്മുടെ ലോകത്ത് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, മിസ്റ്റേക്കുകൾ സംഭവിച്ചാലും നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യുക. എനിക്ക് പറ്റും, ഇനി എന്തെങ്കിലും ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ തീരുമാനിക്കാം. അതേപോലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ലെറ്റ് ഗോ ഓഫ് ടോക്സിക് പീപ്പിൾ. നമ്മുടെ ലൈഫിൽ ടോക്സിക് ആയിട്ടുള്ള കുറെ ആളുകളുണ്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞ ആ പാരന്റ്സ്, അവർ ടോക്സിക് ആണ് അല്ലെ. ടോക്സിക് ആയിട്ടുള്ള ആളുകളുടെ കൂടെ നിന്നുകൊണ്ട് നമുക്ക് പലപ്പോഴും ആ ഒരു നല്ലൊരു ലൈഫിലേക്ക് എത്താനായിട്ട് സാധിക്കൂല. അപ്പൊ എന്ത് ചെയ്യാം, മാക്സിമം ഇവരെ നിന്നും മാറി നിൽക്കുക. കാരണം അവരെ നമുക്ക് ബ്ലെയിം ചെയ്യാൻ പറ്റില്ല, അവരുടെ സിറ്റുവേഷൻ ആണ് അവരങ്ങനെ ആക്കിയത്. നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ സേഫ് ആക്കണം. നമുക്ക് സെൽഫ് ലവ് കൊടുക്കണമെങ്കിൽ നമ്മളെ അതായത് മറ്റുള്ളവരെ നമ്മൾ സ്നേഹിക്കുന്നതോടൊപ്പം നമ്മളെ മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യാതെ, നമ്മൾ വേദനിപ്പിക്കാതെ, നമ്മുടെ ആത്മാവിന് അല്ലെങ്കിൽ നമ്മുടെ ആത്മസംതൃപ്തിക്ക് ക്ഷതമേൽക്കാതെ കാത്തു സൂക്ഷിക്കേണ്ടതും നമ്മുടെ കടമയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാം, ഈ നെഗറ്റീവ് ആയിട്ടുള്ള ടോക്സിക് ആയിട്ടുള്ള ആളുകളിൽ നിന്നും മാക്സിമം വിട്ടു നിൽക്കാം. ഫിസിക്കലി മാറി നിൽക്കാം. അല്ലേ ഇപ്പം എപ്പോഴും ഇപ്പൊ ഒരാൾ വരുന്നുണ്ട്, അയാളെ കണ്ട ഇന്നത്തെ കഥ പോയി എന്ന് മനസ്സിലാക്കുന്ന അയാൾ നമ്മളൊന്ന് മാറി നടക്കുക അല്ലേ. അല്ലെങ്കിൽ ഇപ്പം എന്താണ്, നമ്മൾ വീട്ടിൽ തന്നെ ഉള്ളവരാണെങ്കിൽ ആ സമയത്ത് അവര് പറയുന്നത് അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാ, ഈ ഒരു ഇമോഷണലി ഡിറ്റാച്ച്മെന്റ് കൊടുക്കുക അവിടെ. അത് ആ ഒരു ഇത് നമ്മളിലേക്ക് എടുക്കാതിരിക്കുക. പിന്നെ എന്ന് പറഞ്ഞാല് ലെറ്റ് ഗോ ഓഫ് പാസ്റ്റ് എന്നാണ് പറയുന്നത്. സമയമായോ? ഓക്കെ. പാസ്റ്റിനെ നമ്മൾ വിട്ടുകളയാം അല്ലെ. നമ്മളൊക്കെ നമ്മളിൽ പലർക്കും ഉള്ളതാണ് ഈ പാസ്റ്റിലെ, അതായത് കഴിഞ്ഞു പോയ കാലങ്ങളിലെ വിഴുപ്പ് ഇതിങ്ങനെ നടക്കുകയാണ്. നമ്മൾ ആ ഓർമ്മകള്, അന്ന് അത് സംഭവിച്ചല്ലോ, ഇന്ന് അതുകൊണ്ട് ഇന്ന് ഞാൻ വേദനിക്കുന്നുണ്ട്. ആ ഒരു ഓർമ്മകള്, പഴയ കാലത്തെ മെമ്മറീസ് നമ്മുടെ കൂടെ ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ നമുക്ക് വല്ലാത്ത ആ ഒരു വേദന ഇന്നും അനുഭവിക്കുന്ന പോലെയാണ്. ഇന്ന് നമുക്ക് നല്ല പരമസുഖമായിരിക്കും, സന്തോഷകരമായ കുടുംബമായിരിക്കും, കുട്ടികൾ ഉണ്ടാവും, ഹസ്ബൻഡ് ഉണ്ടാവും, എല്ലാ സൗകര്യങ്ങളും ഉണ്ടെങ്കിലും ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ EFTയിലൊക്കെ വന്ന് ഇരിക്കുന്ന പല ആളുകൾക്കും പ്രശ്നം പ്രസന്റിലെ അല്ല, പഴയ പ്രശ്നമാണ്. എപ്പോ 4, 5, 6 വയസ്സിലുള്ള പ്രശ്നമാണ് ഇന്നും ഇങ്ങനെ അള്ളിപ്പിടിച്ച് അവരെ പിടിച്ചിരിക്കുന്നതല്ല, അവരിങ്ങനെ പിടിച്ചോണ്ടിരിക്കുകയാണ് വിടാതെ. അപ്പോ അതാണ് നമ്മൾ എന്ത് ചെയ്യുക, പാസ്റ്റിനെ, കഴിഞ്ഞു പോയ കാലത്തെ അതിന്റെ ആ വേദനകളിൽ നിന്നും നമ്മൾ വിട്ടു നിൽക്കുക. ഇതെന്ന് പറയുമ്പം നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമല്ല. നോർമൽ ആയിട്ടുള്ള ആൾക്ക് ആ പാസ്റ്റിൽ നിന്നും വിട്ടുവരിക എന്നുള്ളത് ഇത്തിരി പ്രയാസമുള്ള കാര്യമാണ്. അതിനാണ് നമ്മൾ ചില പ്രാക്ടീസുകൾ, തെറാപ്പികളൊക്കെ ചെയ്യുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, പ്രസന്റിൽ ഓരോ നിമിഷവും അറിഞ്ഞുകൊണ്ട് നമ്മുടെ ബ്രീത്തിങ്ങിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അത് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ പാസ്റ്റിനെ വിട്ട് കളഞ്ഞുകൊണ്ട് ഈ പ്രസന്റിൽ ജീവിക്കാനായിട്ട് സാധിക്കും. അവിടെയാണ് നമ്മുടെ EFT പോലെയുള്ള തെറാപ്പികളുടെ ഇമ്പോർട്ടന്റ്. EFTയിൽ നമുക്ക് വളരെ നന്നായിട്ട് ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഒക്കെ സോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നു, നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓരോരുത്തരും അങ്ങനെയാണ് നമുക്ക് മാറാനായിട്ട് സാധിക്കുന്നത്. പാസ്റ്റിലെ ഒരുപാട് പ്രശ്നങ്ങള്, ട്രോമാസ്, ചൈൽഡ്ഹുഡ് ട്രോമാസ്, മുറിപ്പെടുത്തുന്ന ഓർമ്മകള്, വേദന ഉള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ഹീൽ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നത് EFT എന്ന തെറാപ്പിയിലൂടെ നമ്മൾ ഈ കോഴ്സ് ചെയ്ത ആളുകളൊക്കെ അത് പ്രാക്ടീസ് ചെയ്യുന്നവരാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ സ്ലീപ്പ് റുട്ടീൻസ്, ഉറക്കം എന്ന് പറയുന്നത് നമുക്ക് ഓരോരുത്തർക്കും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് നമ്മുടെ മെമ്മറിക്കാണെങ്കിലും നമ്മുടെ ലൈഫിന്റെ നമ്മുടെ ബോഡിക്കാണെങ്കിലും മൈൻഡിനാണെങ്കിലും ഹെൽത്തി ആവണമെങ്കിൽ നമുക്ക് അത്യാവശ്യം വേണ്ടത്ര ഉറക്കം കിട്ടണം. ആ ഉറക്കം എന്ന് പറയുന്നത് ശാന്തിയോടെ സമാധാനത്തോടെ നമുക്ക് ഉറങ്ങാനായിട്ട് സാധിക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ ആ ഒരു സെൽഫ് ലവിന്റെ ഭാഗമായിട്ട് നമുക്ക് നമ്മുടെ ശരീരത്തിന് അല്ലെങ്കിൽ പ്രൊട്ടക്ട് ചെയ്യണമെങ്കിൽ, മൈൻഡിനെ ആരോഗ്യത്തോട് കൂടി സൂക്ഷിക്കണമെങ്കിൽ നമ്മൾ അതിന് ഇനഫ് ആയിട്ടുള്ള വേണ്ടത്ര ഉറക്കം നമുക്ക് കൊടുക്കുക. അല്ലെ, നമ്മുടെ EFTയിൽ വരുന്ന ആളുകൾ പറയാറുണ്ട്, ഇതിന് മുമ്പ് ഉറങ്ങാനേ പറ്റണില്ലായിരുന്നു, ഉറക്കം ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരുന്നു, 2 മണിക്കൊക്കെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ചിന്തിച്ച് കിടക്കും, അല്ലെങ്കിൽ തിരിഞ്ഞു മറിഞ്ഞൊക്കെ കിടക്കും, ഇതുപോലെ പറയാറുണ്ടായിരുന്നു. എന്നാല് EFTയിലേക്ക് വന്നപ്പോ വളരെ നന്നായിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ട് എന്ന് അവർ പറയാറുണ്ട്. കാര്യം എന്താണ്, അവരുടെ സെൽഫ് ലവ് കൂടി അല്ലെ.
അവരുടെ സെൽഫ് ലവ് കൂടിയതാണ് കാര്യം. അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാം, ഡെയിലി റുട്ടീൻ ഇന്ന് എന്തൊക്കെ ചെയ്യും, ഞാൻ ഇന്ന് ഈ സമയത്ത് മോർണിംഗ് ക്ലാസ് കേൾക്കും, ഈ സമയത്ത് മെഡിറ്റേഷൻ അറ്റൻഡ് ചെയ്യും, മോർണിംഗ് ക്ലാസ് കേൾക്കും, പിന്നെ എന്റെ ജോലികൾ തീർക്കും, ഇത്ര മണിയാകുമ്പോൾ എന്റെ ജോലി ഫ്രീ ആകും, ഇനി ഇന്ന സമയത്ത് ഞാൻ കുറച്ചു നേരം വായിക്കും. അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരു റുട്ടീനായിട്ട് അങ്ങനെ എഴുതി വെക്കുകയാണെങ്കിൽ, നമ്മളൊരു ജേർണലായിട്ട് എഴുതി വെക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, നമുക്ക് നമ്മുടെ സമയമൊക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് നമ്മുടെ ജോലികളൊക്കെ തീർത്ത് ഒരുപാട് സമയം നമുക്ക് കിട്ടും. ഓക്കെ, ഒരുപാട് സമയം നമുക്ക് ഫ്രീ ആവും. ചില ആളുകളൊക്കെ പറയാറുണ്ട്, എനിക്ക് എത്ര ചെയ്താലും ജോലിയൊന്നും തീരണില്ല. എന്നാ ഞാൻ അത്ര ഒരുപാട് ജോലിയൊന്നും ചെയ്യുന്നില്ല, പക്ഷെ ജോലി ചെയ്യാൻ ഭയങ്കര ഭാരമാണ്. ആ ആളുകളൊക്കെ ഇതുപോലെ എഴുതി വെക്കുക, ഞാൻ ഇത്ര സമയം കൊണ്ട് എന്റെ ജോലി തീർക്കും, ഞാൻ ഈ കുട്ടികൾക്ക് വേണ്ടി ഇത്ര സമയം മാറ്റി വെക്കും. പിന്നെ നമുക്ക് എന്ത് പേഴ്സണലി നമ്മളെ കാര്യത്തിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുക. ആ സമയത്ത് ഒരുപാട് സമയം നമുക്ക് കിട്ടുന്ന സമയം നമ്മൾ എന്ത് ചെയ്യുക, മൊബൈൽ സ്ക്രോൾ ചെയ്തുകൊണ്ട് അവരുടെ കഥകളും ഇവരുടെ ഈ വിഷമങ്ങളും സങ്കടങ്ങളും ഒന്നും കാണാതെ നല്ല നല്ല കാര്യങ്ങൾ ഉണ്ടാവും അതിൽ. നമുക്ക് എന്താണോ വേണ്ടത്, ചിലപ്പോൾ നമ്മളെ ഇല്ല ഇന്ന് നമ്മുടെ വിരലിന്റെ തുമ്പത്താണ് നമുക്ക് അറിവ് എന്ന് പറയുന്നത്. എന്ത് വേണമെങ്കിലും കിട്ടും, അത് നല്ലതാണെങ്കിലും മോശമാണെങ്കിലും. അപ്പൊ അതെന്ത് ചെയ്യുക, വേണ്ട കാര്യങ്ങൾ മാത്രം കേൾക്കുക, വേണ്ട ആളുകളോട് മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. നമുക്ക് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു അറിവ് കിട്ടുന്ന അല്ലെങ്കിൽ നമുക്കൊരു സമാധാനം തരുന്ന ആളുകൾ ഉണ്ടാവും. അവരോട് മാത്രം കൂടുതലായിട്ട് നമ്മൾ മിങ്കിൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നമ്മുടെ ഗോൾസ് ഉണ്ടാവുമല്ലോ, എനിക്ക് ഇതുപോലെ ഇത് കോഴ്സ് ചെയ്യണം, അതുപോലെ ഈ അങ്ങനെ എന്താണെങ്കിലും കോഴ്സ് ചെയ്യണം, ഡ്രൈവിംഗ് പഠിക്കണം, എനിക്ക് ഗാർഡൻ ഉണ്ടാക്കണം, എന്താണോ നിങ്ങളുടെ ഗോള്, അല്ലെങ്കിൽ എനിക്ക് അബ്രോഡ് പോകണം, ചിലർ പറയും എനിക്ക് ഹജ്ജ് ചെയ്യണം, ഉംറ ചെയ്യണം, പിന്നെ എവിടേക്കാണോ അല്ലെ, ഗുരുവായൂർ പോകണം, അല്ലെങ്കിൽ എന്താ നമ്മുടെ മലയാറ്റൂർ പോകണം, ഇങ്ങനെയൊക്കെ നമുക്കൊരു ഗോൾ ഉണ്ടാവില്ലേ. എന്താണെങ്കിലും ഇതിപ്പോ ഞാൻ എക്സാമ്പിൾ പറഞ്ഞാണ് കേട്ടോ. നിങ്ങൾക്ക് ഒരു നമ്മുടെ EFT-ലൊക്കെ ഉള്ള ആളുകളൊക്കെ ഒരു ഏജ് പോലും കൺസിഡർ ചെയ്യാതെ അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഗോൾ സെറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോ നമ്മൾ ഇപ്പൊ ഒരു സ്റ്റക്കായി നിൽക്കുന്നുണ്ടെങ്കിൽ ഇല്ലേ, നമ്മുടെ പഠനം ആവട്ടെ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളാവട്ടെ, ചില കാര്യങ്ങളിൽ നമ്മൾ വളരെയധികം ശോഭിച്ചിരുന്ന ആളുകളായിരിക്കാം, അവിടെ സ്റ്റക്കായി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഗോൾ എഴുതിക്കൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു സ്റ്റെപ്പുകൾ ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് ആ ഗോളുകൾ കുറച്ച് ദിവസം കഴിഞ്ഞ് വീണ്ടും ആ ഗോൾ എടുത്തിട്ട് അല്ലെങ്കിൽ ഡെയിലി പറ്റുമെങ്കിൽ നിങ്ങൾ അത് മാറ്റി മാറ്റി എഴുതിക്കൊണ്ടിരിക്കുക, നിങ്ങൾക്ക് വേണ്ടത് എന്താണ് എന്നുള്ളത്. അപ്പൊ നിങ്ങളുടെ പാഷൻ എന്താണോ ആ പാഷനെ നിങ്ങൾ ഫോളോ ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ മെഡിറ്റേഷൻ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം അല്ലെ. നമ്മുടെ EFT-യിൽ നമ്മൾ എന്നും 6 മണിക്ക് മെഡിറ്റേഷൻ, 6 മണി മുതൽ 6:30 വരെയുള്ള മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഫോണിന്റെ യൂസേജ് കുറയ്ക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് വരുന്നത് അല്ലെ. നമ്മൾ ഒത്തിരി നേരം ഫോൺ ഉപയോഗിക്കുന്ന ആളുകളാണ് നമ്മൾ. നമ്മളെ സെൽഫ് ക്രിറ്റിസൈസ് ചെയ്യുമ്പോൾ, നമുക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടാകുമ്പോൾ, സങ്കടം ഉണ്ടാകുമ്പോൾ, ആദ്യമൊക്കെ നമ്മൾ ആരോടെങ്കിലും പറയുകയോ അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ പോയിരിക്കുകയോ ഒക്കെയാണ് ചെയ്തിരുന്നെങ്കിൽ, ഇപ്പൊ ആരാണ്, ഒരൊറ്റ ഒരാളേ ഉള്ളൂ നമുക്ക് കൂട്ട്, ഫോൺ അല്ലെ. ഫോണിൽ അങ്ങനെ തോണ്ടി 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 എങ്ങനെ ഇരിക്കും. അപ്പൊ എന്താ സംഭവിക്കുക, എന്തൊക്കെയോ നമുക്ക് ഓൾറെഡി സ്ട്രെസ് ആണ്, അതിന്റെ ഇടയിൽ കൂടി ഇതിന്റെ സ്ട്രെസ്സും കൂടെ ആയിട്ട് നമ്മുടെ ബ്രെയിനൊന്നും വർക്ക് ചെയ്യാത്ത ഒരവസ്ഥ വരും. ഓർമ്മശക്തി എന്ന് പറയുന്ന സംഭവം കുറഞ്ഞു വരും അല്ലെ. കുറേ കാര്യങ്ങൾ നമ്മളെ സ്വയം പണിഷ് ചെയ്തുകൊണ്ടിരുന്നാൽ. അപ്പൊ എന്താ ചെയ്യാം, നമ്മൾ ഫോണിന്റെ ഉപയോഗം കുറയ്ക്കുക, വേണ്ട കാര്യങ്ങൾ ചെയ്യുക. ബുക്കൊക്കെ വായിക്കാം, നമുക്ക് ഫോണിന്റെ നമ്മളെ ബുക്ക് വായിച്ചിട്ട് ഒരിക്കലും കേടായി എന്ന് പറയുന്ന ആളില്ല. നമ്മൾ ബുക്ക് വായിക്കുമ്പോൾ നമുക്ക് ഒരുപാട് നോളജുകൾ ഉണ്ടായിരുന്നു. അവിടെ നല്ല നല്ല ബുക്കുകൾ നമുക്ക് വായിക്കാൻ പറ്റും. പിന്നെന്താ പറഞ്ഞാൽ നമ്മുടെ ഹെൽത്ത് കെയർ നമുക്ക് കൊടുക്കാം, നമുക്ക് എക്സസൈസ് ചെയ്യാം, നമുക്ക് നല്ല ഫുഡുകൾ പ്രാക്ടീസ് ചെയ്യാം അല്ലെ. നമുക്ക് വിഷമങ്ങളും സങ്കടങ്ങളോ അല്ലെങ്കിൽ സെൽഫ് ലവ് ഇല്ലാത്ത കണ്ടീഷനിലൊക്കെ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, നല്ല ഫുഡ് കഴിക്കൂല, നമ്മളെ മൈൻഡ് വെക്കൂല. പണ്ടൊക്കെ നല്ല സുന്ദരിയായിരുന്നു, ഇപ്പൊ ആകെ എന്താ 10-30 വയസ്സിൽ കിളവി ലുക്കായി അല്ലെ. അങ്ങനെയൊക്കെ പറയുമ്പോൾ എന്ത് ചെയ്യാം, നമ്മൾ മറ്റുള്ളവരുടെ പുറകെ സ്നേഹത്തിന് അലഞ്ഞു നടക്കാതെ നമ്മുടെ ബോഡിയിലേക്ക് നമുക്ക് വേണ്ട ഗ്രോത്തിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുക. ഞാൻ എന്ത് ചെയ്യണം, ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ഒന്ന് ഇരുന്ന് നോക്കിക്കേ, ഒന്ന് ഇരുന്നിട്ട് ശ്രദ്ധിച്ചു നോക്കാം. ഞാൻ ഇങ്ങനെ പോയാൽ പോരാ, എനിക്ക് മാറ്റങ്ങൾ എന്റെ ബോഡിയിൽ അല്ലെങ്കിൽ എന്റെ കരിയറിൽ, എനിക്ക് എന്റെ ജീവിതത്തിൽ ഇനി ഞാൻ ചേഞ്ച് ആയേ പറ്റൂ. നിങ്ങൾ എന്ന് പറയുന്നത് നിങ്ങള് ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഒരു 20 വയസ്സായി നോക്കാം, എനിക്ക് തോന്നുന്നു ഒരു 20 ഇയേഴ്സ് ഉള്ള ആളുകൾ അല്ലെങ്കിൽ ഒരു 18 അത്ര ഏജുള്ള ആളുകളായിരിക്കും നമ്മുടെ ക്ലാസ്സിൽ ഏറ്റവും കുറഞ്ഞ ഏജിലുള്ള ആളുകൾ. ഇനി ആ മാക്സിമം ഉള്ള ഏജുകൾ 10, 75, 80 എത്ര ഏജ് ആവട്ടെ, നിങ്ങൾ എന്ന് പറയുന്ന ഒരു വ്യക്തി നിങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലെ. നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ്, വേറെ ആർക്കും അല്ല നിങ്ങൾ ഇമ്പോർട്ടന്റ്. ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തിക്ക്
എനിക്കാണ് ഇമ്പോർട്ടന്റ്, ഞാൻ എനിക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. എനിക്ക് മാത്രമേ ഞാന് എന്താണ് ഞാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി എനിക്ക് മാത്രമായിട്ടുള്ളതാണ്. എല്ലാവരെയും ഞാൻ എന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നവരുണ്ടാവാം, ഞാൻ ഡിപ്പെൻഡ് ചെയ്യുന്നവരുണ്ടാവാം. ഞാൻ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാല്, അല്ലെങ്കിൽ ഞാൻ എന്റെ ബോഡി എന്തെങ്കിലും സംഭവിച്ചാൽ ചിലർ അയ്യോ പാവം അവര് എങ്ങനെ ഇരുന്നിരുന്നതാ, ഇപ്പൊ ഈ കോലത്തിലായി എന്ന് പറയുന്നവരുണ്ടാവും. പക്ഷെ അതിന്റെയൊക്കെ അവർ പറഞ്ഞ അവര് പോകും. പക്ഷെ എപ്പോഴും നമുക്കാണ് അതിന്റെ ഒരു ഇത് ഉണ്ടാവുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? നമ്മൾ നമ്മുടെ ബോഡിയെ മൈൻഡിനെ കെയർ ചെയ്യാം, നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക. എനിക്ക് കിട്ടാത്തതിനെ കുറിച്ച് ഇങ്ങനെ ജീവിതം ഇങ്ങനെ എങ്ങനെ ആയല്ലോ എന്ന് വിചാരിച്ച് സങ്കടപ്പെട്ട് വിഷമിച്ച് ഇരിക്കുന്നതിനേക്കാളും നല്ലത് എന്താണ്? സെൽഫിലേക്ക് കെയർ കൊടുക്കാൻ നോക്കാം. ഇന്ന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അല്ലെ, നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പൊ നിങ്ങൾ സങ്കടപ്പെട്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ എന്ത് ചെയ്യാം? നല്ലൊരു ഫുഡ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ നല്ലൊരു കോഫി ഉണ്ടാക്കുക, നല്ലൊരു ടീ ഉണ്ടാക്കിയിട്ട് ഒറ്റയ്ക്ക് ഇരുന്ന് ഒന്ന് ആസ്വദിച്ച് കുടിച്ചു നോക്കിയേ. അതാണ് സെൽഫ് ലവ്. നിങ്ങളും അയ്യോ എന്റെ ഹസ്ബൻഡ് എന്നോട് പിണങ്ങിപ്പോയി, അതുകൊണ്ട് ഇന്ന് ഞാൻ ഫുഡ് കഴിക്കുന്നില്ല, ഇന്ന് എനിക്ക് വേണ്ട, എനിക്ക് വിശപ്പില്ല, അല്ലെ? ആർക്ക് പോയി? ആർക്കാണ് അവിടെ നഷ്ടം? മക്കൾ പോയി, മക്കൾ കഴിക്കാതെ പോയി, അതുകൊണ്ട് മക്കള് എന്താ മക്കൾക്ക് സുഖമില്ല, അതുകൊണ്ട് ഞാൻ കഴിക്കുന്നില്ല. ആർക്കാണ് അവിടെ പ്രശ്നം വരുന്നത്? ആരുടെ ഹെൽത്തിനാണ് നഷ്ടം? മക്കൾ എന്ത് ചെയ്യും? അവര് വലുതായി അവരവരുടെ ജീവിതത്തിലേക്ക് അവർ പറന്നു പോകും. നമ്മള് ഓരോ ദൈവം സൃഷ്ടാവ് നമ്മളെ ഈ ഭൂമിയിലേക്ക് വിട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം നമുക്ക് ജീവിക്കാനായിട്ടാണ് പറഞ്ഞിട്ടിട്ടുള്ളത്. അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു, അതെന്താ, ഒരു പെൺകുട്ടി പെൺകുട്ടിയെ കുട്ടിയായിരിക്കുമ്പം അച്ഛന്റെ ഉത്തരവാദിത്വവും, പിന്നെ ആരാണ്? ഹസ്ബൻഡും, പിന്നീട് ആരാണ് നോക്കേണ്ടത്? മകന്, അല്ലെ? ഈ ഒരു സ്റ്റേജ് ആയിരുന്നു പണ്ട്. പക്ഷെ ഇന്നത്തെ മക്കളെയൊന്നും അതിനൊന്നും കിട്ടണമെന്നില്ല, അല്ലെ? നമ്മുടെ ഉത്തരവാദിത്തമാണ് നമ്മൾ ജീവിക്കുക എന്നുള്ളത്, നമ്മളെ ടേക്ക് കെയർ ചെയ്യുക എന്നുള്ളത്. ആ ഒരു ചിന്തയാണ് നമുക്ക് ഉണ്ടാവുന്നത്, അല്ലെ? യൂറോപ്യൻസ് ഒക്കെ അവരൊക്കെ ജീവിക്കുന്ന ഇങ്ങനെയാണോ? ശരിക്കും മക്കളെ അവർക്ക് കിട്ടുന്നുണ്ടോ? നമ്മൾ അത് ചിന്തിക്കുക. ഞാൻ ജീവിക്കേണ്ടത്, എന്നെ ടേക്ക് കെയർ ചെയ്യേണ്ടത് എന്റെ ഉത്തരവാദിത്തം മാത്രമാണ്. നമ്മൾ ഒരിക്കലും മക്കൾക്ക് ഇതാവണം, അല്ലെങ്കിൽ ഒരു ബർഡൻ ആവണം, അല്ലെ? അങ്ങനെ ബർഡൻ എന്നല്ല, അവര് നോക്കിയെങ്കിൽ നോക്കും, അവർ സംരക്ഷിച്ചെങ്കിൽ അത്രയും സന്തോഷം, അവരെല്ലാരും നമ്മുടെ കൂടെ ഉണ്ടാണ്. പക്ഷേ നമ്മൾ നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ വേറൊരാള് നമ്മുടെ കൂടെ ഉണ്ടായിട്ടും കാര്യമില്ല. അതുകൊണ്ടാണ് നമുക്ക് പരാതി വരുന്നത്, അയ്യോ കല്യാണം കഴിച്ച പിന്നെ എന്റെ മോന്റെ ഭാര്യ വന്നേ പിന്നെ എന്റെ മോന് എന്നോട് ഒട്ടും സ്നേഹമില്ല, അല്ലെ? അങ്ങനെ തോന്നുന്ന ആളുകളില്ലേ? മോന് എന്നോട് ഒട്ടും സ്നേഹമില്ല, അവൾക്കാണ് എല്ലാം കൊടുക്കുന്നത്, അവളെയാണ് നോക്കുന്നത്, ഇല്ലേ? അങ്ങനെയൊക്കെ പരാതി വരുന്നത് എന്തുകൊണ്ടാ? നമ്മൾ അത്രയും സ്നേഹിച്ച് നമ്മളെ നോക്കാതെ അവർക്കെല്ലാം കൊടുത്ത്, എന്റെ മോന് എന്റെ മോള് എന്ന് പറഞ്ഞ് കൊടുത്ത് അവരവരുടേതായിട്ടുള്ള, അപ്പൊ അവർക്ക് മനസ്സിലാവുന്നില്ല ഈ കഷ്ടവും. എന്നാലും മനസ്സിലാക്കുന്ന കുട്ടികൾ ഉണ്ടാവാം. ഞാൻ ഒരിക്കലും മക്കളെ കുറ്റം പറയല്ല. അവരുടെ ആ ഒരു സാഹചര്യം, സിറ്റുവേഷൻ അങ്ങനെയാണ്. നമ്മൾ ഓരോ ദിവസം നമുക്കറിയാലോ, നമ്മൾ വലുതായി വന്ന ആ ഒരു കാലത്ത് ഇതല്ല. ഇന്നത്തെ മക്കളെ നമുക്ക് പറയാൻ പറ്റില്ല. അവർക്ക് ഒരൊറ്റ എയിമേ ഉണ്ടാവുള്ളൂ, പഠിക്കുക, എബ്രോഡ് പോയി സെറ്റിൽ ആവുക. ഇങ്ങനത്തെ ഒരു എയിമുള്ള ആളുകളാണ് എസ്പെഷ്യലി യൂറോപ്യൻ കൺട്രീസിൽ പോവുക, സെറ്റിൽ ആവുക, ലൈഫ് അടിച്ചു പൊളിക്കുക, അല്ലെ? നമ്മൾ അങ്ങനെയായിരുന്നോ? നമ്മുടെ ചെറുപ്പത്തിൽ നമ്മൾ അങ്ങനെയായിരുന്നു ചിന്തിച്ചിരുന്നത്? ഇല്ല, നമുക്കൊരു ജോലി നേടണം, നമ്മൾ കുടുംബം സെറ്റിൽ ആവണം, എല്ലാരെയും നോക്കണം, അങ്ങനെ ജീവിക്കണം, അല്ലെ? ഗൾഫിലൊക്കെ പോയാൽ പോലും നമുക്ക് നൊസ്റ്റാൾജിയ വരുന്ന എവിടെയായിരുന്നു? നമ്മുടെ നാട്ടിലാണ്. എന്നാ മക്കൾക്ക് ഇങ്ങനെയില്ല, അവർ ഡിറ്റാച്ച്ഡ് ആണ് ഓൾറെഡി. അവർക്ക് ആ ഒരു ഡിസോസിയേഷൻ വന്നു കഴിഞ്ഞു, ആരോടും ഓവർ കമ്മിറ്റ്മെന്റ് അവർക്കില്ല. അപ്പൊ അതുകൊണ്ട് നമ്മളും ആ രീതിയിൽ മാറണം, നമ്മൾ നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങണം. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് സ്നേഹിക്കണം, നിങ്ങളെ സെൽഫ് ലവിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കണം എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പോസിറ്റീവ് ആയിട്ടുള്ള അഫർമേഷൻസ് നിങ്ങൾക്ക് പറഞ്ഞുകൊണ്ടിരിക്കാം. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം, പോസിറ്റീവ് അഫർമേഷൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അതേപോലെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡുകൾ, ഓരോന്നിനും ദൈവത്തോട്, സൃഷ്ടാവിനോട് നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങള് എന്താണ് നിങ്ങളുടെ ജീവിതത്തില്, ഇന്നിപ്പോ നമ്മൾ അയ്യോ അവൻ പോയി, എന്റെ ഹസ്ബൻഡ് എന്നെ വഴക്ക് പറഞ്ഞിട്ടാണ് പോയത്, അല്ലെങ്കിൽ ഫുഡ് കഴിക്കാതെയാണ് പോയത്, അത് വിഷമിച്ചിരിക്കാതെ ഇപ്പൊ നിങ്ങൾക്കുള്ള ബ്ലെസ്സിങ്സിനെ കുറിച്ച് ഓർത്തിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് തകർച്ചയിലാണ്, അതാണ് ഇതാണ് ഇങ്ങനെ സ്വയം പഴിച്ചുകൊണ്ടിരിക്കാതെ, ചിലരുണ്ടല്ലേ സൂയിസൈഡ് ഒക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. എന്ത് ചെയ്യാ? ഇനി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ചിന്തിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ ഹെൽത്ത് ബെറ്റർ ആക്കാൻ, മെന്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്ത് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക നോക്കാം. ഗ്രാറ്റിറ്റ്യൂഡ്, നമ്മൾ പറഞ്ഞില്ലേ, ലൈഫിൽ ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ച് എല്ലാ മതങ്ങളും പറയുന്നതാണ്, അല്ലെ? എന്തിനും ഏതിനും നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയാന്നുള്ളതാണ്. അപ്പൊ ആ ഗ്രാറ്റിറ്റ്യൂഡ്, ഇപ്പം
ഉള്ള ഈ സിറ്റുവേഷൻ അല്ലേ, ദിസ് ടു ഷാൽ പാസ് എന്നാണ്. ഇപ്പൊ നമ്മൾ എന്തൊരു അവസ്ഥയിലാണോ ഉള്ളത് ആ അവസ്ഥയെല്ലാം മാറി മറിയും. നമുക്കുള്ളതിനെല്ലാം നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ട് ഇരിക്കുക. അതേപോലെ മിറർ ടെക്നിക്ക് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് മിററിൽ നോക്കുമ്പോൾ എന്താണ് ഫീൽ ചെയ്യുന്നത്? ഒന്ന് ടൈപ്പ് ചെയ്യും. മിററിൽ നോക്കുമ്പോൾ എന്താ തോന്നുക? കണ്ണാടി നോക്കുമ്പോ എന്താ തോന്നുന്നത്? എന്നെ ഞാൻ കോഴ്സ് കഴിഞ്ഞ ആളുകളോടല്ല, സ്പെഷ്യലി കോഴ്സ് കഴിയാത്ത ആളുകളോടാട്ടോ ചോദിക്കുന്നത്. മിററിൽ നോക്കുമ്പോ എന്താ തോന്നുക? ഒന്ന് ടൈപ്പ് ചെയ്യൂ. ജബ്ബാർ സാർ ഒന്ന് ടൈപ്പ് ചെയ്യൂ. ലത്തീഫ് സാർ, ഐഷമ ഡ്രൈവിംഗ് ചെയ്യുക. എന്താണ് തോന്നുന്നത് പറയൂ. മിററിൽ നോക്കുമ്പോ എന്താ തോന്നുക? എല്ലാരും പോയോ? ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? ആ, ഓക്കെ. ആ മെസ്സേജ് എനിക്ക് കാണാത്തതായിരിക്കും, പേഴ്സണൽ ആക്കിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ. അപ്പോ എന്താണ് നമ്മള് മിററിൽ നോക്കുമ്പോ ഓക്കെ, മിററിൽ നോക്കുമ്പോൾ ഒന്നുകിൽ എന്ത് തോന്നും? വളരെയധികം വിഷമം തോന്നുന്ന ആളുകളുടെ, ഇല്ലേ? അയ്യോ എന്റെ മുടി ഇവിടെ ഇങ്ങനെ നരച്ചു വന്നല്ലോ, അല്ലെങ്കിൽ എന്റെ മുഖത്ത് പിമ്പിൾസ് ഉണ്ടല്ലോ, എന്റെ സ്കിന്ന് ഇതായല്ലോ, അതൊക്കെ എന്തോ ഒരു ഗ്ലോ ഉണ്ടായിരുന്നു, ഇപ്പൊ സ്കിന്നൊക്കെ ഇങ്ങനെ ചുക്കി ചുളിഞ്ഞല്ലോ എന്നൊക്കെ, ഇല്ലേ? അങ്ങനെ തോന്നുന്ന ആളുകളില്ലേ? അല്ലേ? ആ ആ തോന്നലിനെ അതും നമ്മുടെ ബോഡിയുടെ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ചേഞ്ച് ആയിട്ട് കണ്ടുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിനെയും സ്നേഹിക്കണം. നമ്മുടെ ഓരോ ലൈഫിന്റെ ഓരോ ഘട്ടത്തെയും നമ്മൾ സ്നേഹിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അവിടെ നമ്മൾ വിഷമിച്ചിരിക്കരുത്. ഓക്കെ. ആ മിറർ നോക്കിയിട്ട് നമ്മൾ ഫീൽ ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ നമ്മുടെ ആ ഒരു സൗന്ദര്യത്തെ നമ്മൾ ആസ്വദിക്കാൻ കഴിയുക. നമുക്ക് നമ്മളെ മറ്റുള്ളവരെ ഇഷ്ടപ്പെടണം എന്നുണ്ട്, നമ്മുടെ രൂപത്തെ മറ്റുള്ളവർ ഇഷ്ടപ്പെടണം എന്നുണ്ട്. പക്ഷെ നമുക്ക് സ്വയം ആ രൂപത്തെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, സ്നേഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, പിന്നെ ആർക്കാ ഇഷ്ടപ്പെടുക? ഞാൻ വണ്ണുണ്ട്, അപ്പൊ എനിക്ക് കണ്ണാടി നോക്കുമ്പോ തോന്നും അയ്യോ ഞാൻ ഇത്രയും വണ്ണുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഞാൻ അസ്വസ്ഥതപ്പെട്ടാല് എന്നെ കാണുന്ന ആർക്കാണ് പിന്നെ അത് ഇഷ്ടപ്പെടുക? അല്ലേ? നമ്മള് ഞാനിപ്പം മെലിഞ്ഞിട്ടാണെങ്കിൽ, അല്ലെങ്കിൽ എന്റെ കണ്ണോ മൂക്കോ ചുണ്ടോ ഒന്നും എനിക്ക് ഇഷ്ടമില്ല എങ്കിൽ വേറെ ആർക്കാണ് നമ്മൾ ഇഷ്ടപ്പെടണം എന്ന് നമുക്ക് പറയാൻ പറ്റുക? ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ കണ്ണാടിയിൽ നോക്കിയിട്ട് നമ്മുടെ ശരീരത്തിന്റെ ഓരോ അവയവത്തെയും നമ്മൾ ഇഷ്ടപ്പെടുക. അതിനെ നമ്മൾ എന്ത് പറയാ, നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. നമ്മുടെ ഓരോ ഓർഗനും ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് സൃഷ്ടിച്ചതിന്, ഇത്രയും നന്നായിട്ട് പ്രവർത്തിക്കുന്നതിന്. ഇതൊന്നും ഇല്ലാത്ത ആളുകളുണ്ട്, അല്ലെ? നമുക്ക് ഇത്രയും ഭംഗിയായിട്ട് ഇത്രയും യഥാസ്ഥാനത്ത് എന്തുണ്ട്? നമ്മുടെ കണ്ണും മൂക്കും ചുണ്ടും ഒക്കെ ഉണ്ടല്ലോ. ഇതൊന്നും ഇല്ലാത്ത കുറേ ആളുകളുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകളെ നമ്മൾ എപ്പോഴും ഒരുപാടുള്ള ആളുകളിലേക്കല്ല, ഇത് ഇല്ലാത്ത ആളുകളെ കൂടെ നോക്കിയിട്ട്. അതുകൊണ്ടാണ് പ്രവാചകൻ പറയുന്നത്, അല്ലേ? ഹോസ്പിറ്റലുകളിലൊക്കെ വിസിറ്റ് ചെയ്യണം, നിങ്ങൾ ഇല്ലാത്തവരിലേക്ക് നോക്കണം എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്, അല്ലെ? അപ്പോഴാണ് നമുക്ക് അവിടെ നമുക്ക് നോക്കാം. അതിന് നമ്മൾ എന്ത് ചെയ്യുക? അതിന് നമ്മൾ ഗ്രേറ്റ്ഫുൾ ആകുക. നമുക്ക് ഇത്രയും നല്ല ഓർഗൻസും കാര്യങ്ങളൊക്കെ ഉള്ളത്. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഫോർഗീവ്നെസ് പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ സെൽഫ് ഫോർഗീവ്നെസ് പ്രത്യേകമായിട്ടും പ്രാക്ടീസ് ചെയ്യുക. അപ്പോഴാണ് നമുക്ക് സെൽഫ് ലവ് ഉണ്ടാവുക. നമ്മളോട് ചെയ്തു പോയിട്ടുള്ള, പറഞ്ഞു പോയിട്ടുള്ള നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മളോട് കുറ്റപ്പെടുത്തിയതിനൊക്കെ നമ്മളോട് തന്നെ ക്ഷമ ചോദിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് ഇങ്ങനെ പറ്റിയതിന്, അല്ലെ? നമ്മൾ ജനിച്ച അന്ന് മുതൽ അല്ലെങ്കിൽ കുഞ്ഞുനാള് മുതൽ നമ്മൾ സെൽഫ് ബ്ലെയിം ചെയ്തുകൊണ്ട്, നമ്മൾ കമ്പയർ ചെയ്തുകൊണ്ടൊക്കെ ഒരുപാട്
നമ്മൾ വിഷമിപ്പിക്കുന്നുണ്ട്, ഏറ്റവും കൂടുതൽ നമ്മളെ തന്നെ നമ്മൾ വിഷമിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ സെൽഫ് ഫോർഗിവ്നെസ് ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഫോർഗിവ്നെസ് കൊടുക്കുക, മറ്റുള്ളവരിൽ നിന്ന് ഫോർഗിവ്നെസ് വാങ്ങിക്കുക. ഇതൊക്കെ നമ്മുടെ EFT യിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പ്രാക്ടീസ് ചെയ്യിക്കുന്നുണ്ട്. അതേപോലെ തന്നെ LTC എന്ന് പറയുന്ന ലൈഫ് ട്രാൻസ്ഫോർമേഷൻ കൾച്ചർ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇതിലൂടെയൊക്കെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ള ആളുകളാണ് നമ്മുടെ EFT യിലുള്ളത്. ഓക്കെ, അപ്പോ എല്ലാവരും സ്വയം സ്നേഹിക്കുക, അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്കും സ്നേഹം പകർത്തുക. ഓക്കെ, സ്വയം നിറഞ്ഞുകൊണ്ട് മറ്റുള്ളവരിലേക്ക്, സ്വന്തം കപ്പിൽ നിറച്ചുകൊണ്ട് മറ്റുള്ളവരിലേക്ക് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. സമയം ആയിട്ടുണ്ട്. അപ്പോ എത്രയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു സോ മച്ച് ഫോർ ഹിയറിംഗ്. പറയൂ മൈമുന മാം. വേറെ ആരോ ഹാൻഡ് റൈസ് ചെയ്തിരുന്നല്ലോ. അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലേ? ഇപ്പൊ കിട്ടി. അസ്സലാമു അലൈക്കും, ഗുഡ് മോർണിംഗ്. വളരെ പെർഫെക്റ്റ്, നല്ല ക്ലാസ് ആയിരുന്നു മാമിന്റെ ക്ലാസ്. കുറച്ച് ടൈം അധികമായി, അപ്പൊ എല്ലാരും പിരിയാൻ തുടങ്ങി. അധികം സമയമില്ലല്ലോ. വളരെ നല്ല ക്ലാസ് ആയിരുന്നു, നല്ല ഇഫക്റ്റീവ് ആയിരുന്നു. അതായത് നമ്മള് ഐനൽ ഫളീല എന്നൊരു പാഠം പഠിച്ചിട്ടുണ്ട്. ഞാനും പഠിക്കുന്നത്, ഞാൻ അറബിക്ക് ഒക്കെ എടുത്തുകൊണ്ട് ഒരു ഒരു കഥയിലുണ്ടായിരുന്നു. എവിടെയാണ് ശ്രേഷ്ഠത എന്ന് പറഞ്ഞിട്ട് വിളക്കം കത്തിച്ചു പിടിച്ചിട്ട് തെരഞ്ഞു നടക്കുകയായിരുന്നു. അപ്പം എവിടെ പോയപ്പോഴും ആ ഫളീല, ആ ശ്രേഷ്ഠത എവിടെയും കണ്ടില്ല. ശ്രേഷ്ഠത തെരഞ്ഞു നടന്നു വിളക്കും കൈപ്പിടിച്ചിട്ട്. ഇരുട്ടത്ത് വെളിച്ചത്താണ് നടക്കുന്നത്. ഇരുട്ടുണ്ടെങ്കിലും ഇരുട്ടത്തും നടന്നു നോക്കി, വെളിച്ചത്തും നടന്നു നോക്കി, എവിടെയും ആ ശ്രേഷ്ഠത കണ്ടില്ല. അവസാനം അദ്ദേഹത്തിന്റെ ഉള്ളിലേക്ക് വന്നു. ശ്രേഷ്ഠത ഇതിന്റെ ഉള്ളിൽ തന്നെയാണ്, ശ്രേഷ്ഠത ഉണ്ടാവേണ്ടത് അവനവന്റെ ഉള്ളിൽ തന്നെയാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റി. അതുപോലെ നമ്മളെ ഉള്ളിലാണ് എല്ലാം ഉണ്ടാവേണ്ടത്. അപ്പോഴാണ് നമുക്ക് പുറത്തു കൊടുക്കാൻ കഴിയുള്ളൂ എന്നുള്ളത് ഇതിൽ വന്നപ്പോൾ വളരെയധികം തിരിച്ചറിയാൻ പറ്റി. ഇതില് നമ്മുടെ ജീവിതത്തിന്റെ തിരിച്ചറിവാണ് ഇവിടെ എനിക്കും കിട്ടിയത്. വളരെ നല്ലത്, നല്ല ക്ലാസ് ആണ്. ധാരാളം കാര്യങ്ങൾ ഇതിലൂടെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഓരോ ദിവസവും അറിവുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് കഴിയുന്നുണ്ട്. നമ്മളെ മൈൻഡ് പവർ കൂട്ടാൻ കഴിയുന്നുണ്ട്. നമ്മളെ ഭയഭക്തി, അതുപോലെ തന്നെ നമ്മളെ ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കാൻ കഴിയുന്നത്, ദൈവത്തെ സ്നേഹിക്കാൻ കഴിയുന്നത്. ഇതുവരെ ഞാൻ പേടിച്ചിരിക്കുകയായിരുന്നു. നമ്മൾ ഓരോ കാര്യം പറയുമ്പോഴും നമ്മൾ അള്ളാഹുവിനോട് എന്ത് ചെയ്യും പറയുമ്പോൾ നമ്മൾ പേടിയായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല. ധാരാളം അനുഗ്രഹങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള മനസ്സ് വന്നുകൊണ്ട് എല്ലാവർക്കും ഇതുപോലെ ഒരുപാട് നന്ദി. നല്ല എല്ലാം വന്നതിന് താങ്ക് യു പറഞ്ഞോട്ടാ. താങ്ക് യു സോ മച്ച് മൈമുന മാം. ഓക്കെ, നെക്സ്റ്റ് ആരാണ് ഹാൻഡ് റൈസ് ചെയ്തെന്ന് എനിക്കറിയില്ല. ഹലോ മാം, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നല്ല ക്ലാസ് ആയിരുന്നു മാം, സൂപ്പർ ക്ലാസ് ആയിരുന്നു. എല്ലാ ദിവസവും നല്ല സൂപ്പർ ക്ലാസ് ആകട്ടെ, ഒന്നിനൊന്നും മെച്ചം ക്ലാസ്. താങ്ക് യു സോ മച്ച്. നമ്മുടെ ജീവിതം വളരെ മാറുന്നുണ്ട്. എല്ലാവരും EFT ജോയിൻ ചെയ്യുക. ക്ലാസ് നല്ല സൂപ്പറാണ്, തെറാപ്പി സൂപ്പറാണ്. എല്ലാവരും ജോയിൻ ചെയ്ത് നിങ്ങളുടെ ജീവിതം നല്ല അടിപൊളിയാക്കാനാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് എല്ലാവരും ജോയിൻ ചെയ്യാൻ പറയാണ്. ഫീസ് വളരെ ചെറുതാണ്, കാരണം അത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ദിവസവും അത്രയും തന്നെ കിട്ടും. പിന്നെ എന്തിനാ, ഒരു പേടിയും വേണ്ട, ഒരു നഷ്ടവും വരില്ല. എല്ലാവരും ജോയിൻ ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു സോ മച്ച് മാം. താങ്ക് യു. താങ്ക് യു ജസീല മാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി സമയം ഓൾറെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ചുരുക്കി പറയട്ടോ ഇനി പറയുന്നവര്. ഓക്കെ, നെക്സ്റ്റ് ആരാണ്? ഓക്കെ, ഗുഡ് മോർണിംഗ്. താങ്ക് യു. നല്ല ക്ലാസ് ആയിരുന്നു, ഒരുപാട് സന്തോഷം. ഓരോ ദിവസവും ഇങ്ങനെ ഓരോരോ വെറൈറ്റി ടോപ്പിക് എടുത്തുകൊണ്ട് നമുക്ക് കൂടുതൽ തിരിച്ചറിവുകൾ തരുന്ന EFT ഫാമിലിയിലെ എല്ലാ മാമമാർക്കും സാറിനും ഒരുപാട് നന്ദി പറയുന്നു. ഇനിയും ഒരുപാട് ക്ലാസ്സുകൾ കേൾക്കാൻ കഴിയട്ടെ, ഒരുപാട് അറിവുകളും തിരിച്ചറിവുകളും നമുക്ക് ലഭിക്കട്ടെ. എല്ലാവരും EFT ജോയിൻ ചെയ്യണം. താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ മാം. താങ്ക് യു സോ മച്ച് അബിബ മാം. നെക്സ്റ്റ് ആരാണ്? കുറച്ച് പറയട്ടെ, ചുരുക്കി പറയൂ കേട്ടോ. ആരാണ്? ദിലീപ്. ഇനി ആരും ഹാൻഡ് റൈസ് ചെയ്യല്ലേ. ദിലീപ് സർ അൺമ്യൂട്ട് ചെയ്തോളൂ. ഹലോ, ഗുഡ് മോർണിംഗ് മാം.
വെരി ഗുഡ് മോർണിംഗ്. പറയൂ. ഞാൻ വാഹനം ഓടിച്ചോണ്ടിരിക്കുക. അപ്പൊ സൈഡ് നോക്കിയതാ. ഞാൻ വർക്കിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് ദിലീപ് സർ. എന്തായാലും സൂപ്പർ നിങ്ങൾ ക്ലാസ്. എല്ലാ ദിവസവും സൂപ്പർ ക്ലാസ് സൂപ്പർ. കേൾക്കുന്നുണ്ടല്ലോ, ഈ യാത്രയിലാണെങ്കിലും. ആ വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ എൻ്റെ സെൽഫിനെ സ്നേഹിക്കുന്നുണ്ട്. അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ എനിക്ക് നല്ല ഭംഗിയാണൊക്കെ അറിയാനുണ്ട്. പിന്നെ എൻ്റെ ടെൻഷനും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ടായിരുന്നു, അതെല്ലാം മാറി വരുന്നു. ഇനിയും EFTയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ചുരുക്കം ദിവസങ്ങൾ കൂടി മാത്രമേ ഉള്ളൂ എന്നതാണ് എൻ്റെ വലിയൊരു സന്തോഷം. വെൽക്കം സർ. പിന്നെ അതേപോലെ തന്നെ എൻ്റെ അമ്മയ്ക്ക് നല്ല മാറ്റമുണ്ട്. എൻ്റെ അമ്മയുടെ മുഖത്ത് തന്നെ നോക്കുമ്പോൾ നല്ല ഒരു പ്രകാശമാണ് എനിക്കിപ്പം അനുഭവപ്പെടുന്നത്. എൻ്റെ അമ്മയ്ക്ക് നല്ല സന്തോഷമാണ്. എൻ്റെ അച്ഛനെയും കൂടെ ഇനി മാറ്റിയെടുക്കണം. തീർച്ചയായിട്ടും. പിന്നെ എൻ്റെ വൈഫിനെയും കോഴ്സ് കുഞ്ഞിനെയും ചെയ്യുന്നതിന്റെ മുന്നേ എനിക്ക് എത്രയും മാറ്റങ്ങൾ ഉണ്ടായല്ലോ. ഇനി എൻ്റെ വൈഫിനെയും കുഞ്ഞിനെയും നേടണം. അതാണ് എൻ്റെ യാത്ര. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കഴിയും. തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് തന്നെ സംഭവിക്കട്ടെ. ഓക്കെ, താങ്ക് യു സോ താങ്ക് യു. മച്ച് ദിലീപ് സർ. പെട്ടെന്ന് പറയൂ കേട്ടോ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഫൈസ മാം അൺമ്യൂട്ട് ചെയ്തോളൂ. ഓക്കെ. ഹായ്, ഗുഡ് മോർണിംഗ്. ഞാൻ ഗുഡ് മോർണിംഗ്. പറയൂ. ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കുന്നു. രണ്ടാമത് എൻ്റെ ആദരണീയനും ബഹുമാനീയനുമായ എൻ്റെ ഗുരുനാഥൻ റഫീഖ് സാറിനെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ഞാൻ സ്നേഹിക്കുന്നു. പിന്നെ എൻ്റെ എല്ലാ PCAമാരെ, എൻ്റെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും എൻ്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ഞാൻ സ്നേഹിക്കുന്നു. ഞാൻ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്ത് ഞാൻ എന്നെ മാറ്റിയപ്പോൾ ഉണ്ടാക്കിയ മിറാക്കിൾസ് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റൂല. പല ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്ന ആളാണ്. ഡോക്ടേഴ്സ് പോയി ടെസ്റ്റ് ചെയ്യുമ്പോഴൊക്കെ ഞാൻ നോർമലാ. ഒരു ഗുളിക പോലും എനിക്ക് തരാറില്ല. എന്റെ സോഫി മാം എന്നോട് പറയും, ഞാൻ നിങ്ങൾക്ക് വേണ്ടി വിഷ്വൽ ചെയ്യുന്നുണ്ട്, ടാപ്പ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ പൊയ്ക്കോ. എന്റെ സോഫി മാമിനെ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റൂല. അത്രയും ഹെൽത്ത് ഇൻസ്പെക്ടറായിട്ട് ജോലി ചെയ്യുന്ന എന്റെ മാം എന്റെ വലം കൈയും ഇടം കൈയും എന്റെ കണ്ണിന്റെ കൃഷ്ണമണിയായിട്ട് എന്റെ കൂടെ നിൽക്കുന്നത്. അങ്ങനെ പോയി ടെസ്റ്റ് ചെയ്യുമ്പോഴൊക്കെ നോർമലാണ്. ഞാൻ ഇപ്പൊ 1 വർഷത്തിന് ശേഷം ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. എനിക്ക് ഷുഗറും കൊളസ്ട്രോളും നല്ല ഹൈ ആയിരുന്നു. എല്ലാം നോർമലായി. ഞാൻ നോർമലായിരിക്കുന്നു. ഇറ്റ്സ് ദ അമേസിംഗ് മൂമെന്റ് ആൻഡ് ദ അമേസിംഗ് മോർണിംഗ്. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു. താങ്ക് യു സോ മച്ച് ഫൈസ മാം. ഷിയ സർ. ഇന്നത്തെ ക്ലാസ് വളരെ രസകരമായിരുന്നു. ഞാൻ അങ്ങനെ ഈ ക്ലാസ് കേൾക്കുന്ന ആളല്ല, പക്ഷെ ഇന്നത്തെ ആ ഒരു പാത്രത്തിന്റെ കാര്യം പറഞ്ഞ എനിക്ക് ഭയങ്കര രസകരമായിട്ട് തോന്നി. അത് മിക്ക ആൾക്കാർക്കും സംഭവിക്കുന്നതാണ്. പാത്രം അല്ല, ഇതുപോലെ ഭക്ഷണ സാധനങ്ങൾ പോലും നമ്മൾ കഴിക്കാതെ ഇങ്ങനെ വെച്ചിട്ട് അത് മറ്റുള്ളവർക്കായിട്ട് ഇങ്ങനെ വെച്ചേക്കും. നമ്മൾ വലിയ ആഗ്രഹിച്ച് നിൽക്കുകയും ചെയ്യും, നമ്മൾ കഴിക്കത്തുമില്ല. അതുപോലെ തന്നെ പാത്രങ്ങൾ, വീട്ടിൽ തന്നെ ഉമ്മാടെ കാര്യം തന്നെ, പാത്രങ്ങൾ ഇങ്ങനെ മേടിച്ചു വെക്കും, പക്ഷെ പഴയ പാത്രങ്ങൾ ഉപയോഗിക്കത്തുള്ളൂ. അപ്പൊ അത് കേട്ടപ്പോ എനിക്ക് ഭയങ്കര രസകരമായിരുന്നു. നല്ലൊരു അല്ലേ, നമ്മള് സാധാരണ വിരുന്നുകാർ വന്നാലാണ് അടിപൊളി ബിരിയാണി ഒക്കെ ഉണ്ടാക്കുക അതെ അല്ലേ. അതെ ഇടയ്ക്കൊന്ന് വെച്ചിട്ട് നമ്മളിങ്ങോട്ട് ആഘോഷിക്കുക, ആ പാത്രമൊക്കെ എടുത്തിട്ട് ഇങ്ങോട്ട് ഉപയോഗിക്കുക. അപ്പൊ ചിലർക്കൊന്നും പറ്റില്ല, അതിങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ട് അറേഞ്ച് ചെയ്തേക്കുന്നത്. അതങ്ങനെ ആവും ഇങ്ങനെ ആവും എന്നൊക്കെ പറയും അല്ലേ മാം. അപ്പോ മക്കൾക്കൊക്കെ ഇടയ്ക്കൊന്ന് വെച്ചു കൊടുക്കുക അല്ലേ. അവരുടെ ആശകൾ, നമ്മുടെ ആശകൾ പിന്നെ ആരാ തീർക്കുക, നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ. അത് ഇങ്ങനെ രൂപത്തിൽ തന്നെ പറയുന്നത് ശരിക്കും എല്ലാവർക്കും നല്ല ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇങ്ങനെ ഒരു എക്സാമ്പിൾ പറയുമ്പോഴേ അത് വളരെ ക്ലിയർ ആവും. താങ്ക് യു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പൊ എല്ലാവർക്കും നന്മകൾ വരട്ടെ. സ്വന്തത്തെ സ്നേഹിച്ചുകൊണ്ട്, നമ്മുടെ ലോകത്തെ സ്നേഹിച്ചുകൊണ്ട്, ചുറ്റുപാടിനെ സ്നേഹിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ജീവിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അപ്പൊ ഇന്ന് ക്ലാസ് കേട്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. so much. Thank you so much, ma'am. Thank you, ma'am.